വേദികളിൽ കൂടുതലും മിമിക്രി കൂടാതെ അവതരിപ്പിക്കുന്ന വീടിരായപ്പൻ സാറിന്റെ ചെയ്യുന്ന സുന്ദരി അങ്ങോട്ടും ഒക്കെ ഹാസ്യ കഥാപ്രസംഗങ്ങളാണ്. ലക്ഷക്കണക്കിന് കലാകാരന്മാരുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഒരാളെങ്കിലും തിരിച്ചറിയുന്ന പേരായിരിക്കണം മധു പുന്നപ്ര, മനോജ് പുന്നപ്ര എന്ന് ഒത്തിരി ആഗ്രഹിച്ച് ഞങ്ങളെ അച്ഛൻ കലാരംഗത്തേക്ക് കൈപിടിച്ചുയർത്തി. ഇനി നീ നാട്ടിൽ വേദി ചെല്ലുമ്പോൾ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഏറ്റവും മികച്ച നടൻ, ആരാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിക്കുമ്പം നമ്മുടെ പിള്ളേരല്ലേ അങ്ങ് ഇളകും. മമ്മൂട്ടി മോഹൻലാലിന്റെ ആരാധകർ തമ്മിൽ ഭയങ്കര വഴക്കായി. KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും സാംബശിവൻ സാറിന്റെയും കടാമംഗലത്തിന്റെയും കഥാപ്രസംഗങ്ങൾ കേട്ടാണ് ഒരു കാലത്ത് ഒരു സാംസ്കാരിക വിപ്ലവം തന്നെ ഉണ്ടായ, ഒരു ഗവൺമെന്റ് തന്നെ ഉണ്ടായ സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. മിമിക്രി എന്ന് പറയുന്നത് മോശം കലയാണ്. അത്രയും ജനകീയമായ ഒരു കലയെ അംഗീകരിക്കാൻ ഇത്രയും കാലം താമസിച്ചത് സംഗീത നാടക അക്കാദമി ചെയ്തത് തെറ്റാണെന്ന് മാത്രമേ എനിക്ക് പറയാം. പണ്ടും ഞങ്ങളും മാക്രികൾ, മഴ പെയ്യുമ്പോ ഞങ്ങൾ കൂവണത്, ഇപ്പം ഞങ്ങളും മാക്രികൾ. പരിപാടി നടക്കൂല സംശയം. ആ സമയത്ത് ഒരു ബൈക്ക് അടിച്ച് കത്തിച്ച് പോരുകയാണ്. ഒന്ന് ചവിട്ട് നിർത്തും. സത്യം പറഞ്ഞ ഇപ്പോഴും ഓർക്കുമ്പോൾ കണ്ണിൽ വെള്ളം നിറയും. കാരണം രണ്ടുപേര് ചോരയെ കുളിച്ച് തലയെല്ലാം പൊട്ടി, തലയിലൊക്കെ എന്തൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അഡ്വാൻസ് അച്ഛൻ്റെ കയ്യിലേക്കാണ് രായംബിദേവ് സാർ കൊടുക്കുന്നത്. ഞാൻ മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്, ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അച്ഛനുമായിട്ട് ഒരു വേദിയിൽ ഒന്ന് നിൽക്കണമെന്നൊരാഗ്രഹമുണ്ട്. കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. നമസ്കാരം, ഞാൻ മധു പുന്നപ്രയാണ്. പ്രൈം പോഡ്കാസ്റ്റിംഗിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അഭിമുഖത്തിനായിട്ട് എത്തുന്നത് ഞാനാണ്. അപ്പൊ എന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു ചെറിയ യാത്രയാണ് അഭിമുഖത്തിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. നർമ്മമുണ്ട്, ദുഃഖമുണ്ട്. എന്റെ ജീവിതാനുഭവങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങളത് സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കാണണം. മധുചേട്ടാ നമസ്കാരം. 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 ഈ കഥാപ്രസംഗം ആണ് മധുചേട്ടന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. എല്ലാം ചെയ്യും എങ്കിലും അപ്പൊ ഇതില് ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടറിയണം, അഭിനയം അറിയണം, ടൈമിംഗ്. തീർച്ചയായിട്ടും കഥാപ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വകലകളുടെ സമ്മേളനമല്ലേ. ഇപ്പൊ നന്നായിട്ട് പാട്ട് പാടണം, ശ്രുതിശുദ്ധമായിട്ട് പാടണം, നല്ല താളബോധം വേണം, സന്ദർഭം അനുസരിച്ച് സംഭാഷണങ്ങൾ പറയാൻ പ്രേക്ഷകരുമായിട്ട് സംവദിക്കാൻ കഴിയണം. അതിലുപരി നല്ല അക്ഷരശുദ്ധിയോടുകൂടി, അക്ഷരസ്ഫുടതയോടുകൂടി, ഉച്ചാരണ ശുദ്ധിയോടുകൂടി സംസാരിക്കാനുള്ള കഴിവ് വേണം. അപ്പൊ ഇതെല്ലാം കൂടെ സമ്മേളിക്കുന്ന ഒരു കലാരൂപമാണ് കഥാപ്രസംഗം എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ഈ കാഥികന്മാരെ കാല് തൊട്ട് വന്നിട്ടുണ്ട്. കാരണം നമുക്കൊരു നാടകവും മറ്റു പരിപാടികളുടെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. മറ്റേ കുറച്ച് എൻട്രി നമുക്കൊരു 2 മണിക്കൂറുടെ ഷോയിൽ ഇപ്പം മിമിക്സ് ആണെങ്കിൽ തന്നെ ഇടയ്ക്ക് കയറിയിട്ട് നമുക്ക് ഇറങ്ങി വരാം, ബാക്കി ആർട്ടിസ്റ്റുകൾ ചെയ്യാൻ കാണും. പക്ഷെ കാഥികനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ഈ 2-2.5 മണിക്കൂർ കണ്ടിന്യൂസ് ഈ ഒറ്റ വ്യക്തിയിലേക്കല്ലേ പ്രേക്ഷകരുടെ ശ്രദ്ധ പോകുന്നു. അപ്പോൾ കഥാപ്രസംഗം എന്ന് പറയുന്ന കല നിസ്സാര കലയല്ല. അത് ഇത്തിരി എന്താ പറയുക, നല്ല സ്ട്രെയിൻ ചെയ്യാനും നല്ല അത്യാവശ്യം നിൽക്കാൻ കഴിവുള്ളവർക്ക് ആ കഥ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് പഠിച്ചത് ആ ഒരു കല? അത് അച്ഛനാണ് കലാരംഗത്തെ എന്റെ ഗുരു എന്ന് പറയും. NVK അറുവാട് എന്ന് പറയും. അച്ഛൻ കഥാപ്രസംഗം ചെറിയ പ്രായത്തിലൊക്കെ തന്നെ ഇപ്പൊ പുരാണ കഥകളൊക്കെ എല്ലാം അച്ഛന് ഹൃദയസ്ഥമാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞ് ചെറിയ പ്രായം മുതൽ ഞങ്ങൾ വീട്ടിൽ ഞാനും അനിയൻ മനോജിനെ ഇരുത്തിക്കൊണ്ട് അച്ഛൻ സംസാരിക്കുമ്പോൾ പറയുമ്പോഴൊക്കെ ഞങ്ങളെ പല കലാരൂപങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പൊ തന്നെ അഭിമന്യുവിന്റെ കഥയൊക്കെ എന്നെ ചെറുപ്പത്തിൽ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ പാട്ടുകൾ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ ചന്ദ്രദേവൻ ആകാശത്ത് നിന്നുകൊണ്ട് മകൻ അഭിമന്യുവിനെ കാണുന്നൊരു പാട്ടുണ്ട്. നിലാവിൻ്റെ കൈകളാൽ നിശബ്ദമായി തഴുകി ആരോമലേ മുത്തമേകി ആ രാത്രി കഴിയുമ്പോൾ അമ്പിളി കൊഴിയുമ്പോൾ ആത്മാവിലോ ദുഃഖമൂറും വയലിൻകാരൻ നിലാവിൻ്റെ കൈകളാൽ. ഇത്ര മനോഹരമാണല്ലേ കഥാപ്രസംഗത്തിലെ പാട്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഒക്കെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്ന കഥയാണ്. അതുപോലെ തന്നെ ഈ പഞ്ചപാണ്ഡവരൊക്കെ ഒരു വിവാഹ ആലോചനയ്ക്ക് പോകുമ്പോഴുള്ള പാട്ടുണ്ട്. പുടവമുറി പട്ടുടയാടകൾ പവിഴപ്പൊന്നാഭരണങ്ങൾ പല്ലക്കും പടനായകരും 10,000 ദാസികമാരും പുടവമുറി കിടതക്കിട. ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കഥാപ്രസംഗം എന്ന കാലം ഇപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ആവേശമാണ്. കാരണം ഇപ്പോഴും നല്ല കാഥികന്മാർ നിരവധി ഉണ്ട്. ഇന്നും കഥാപ്രസംഗം ആസ്വദിക്കുന്നൊരു നല്ലൊരു ശതമാനം ഓഡിയൻസ് ഉണ്ട്. പിന്നെ ഞാൻ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ വേദികളിൽ കൂടുതലും മിമിക്രി കൂടാതെ അവതരിപ്പിക്കുന്ന വീടിരായപ്പൻ സാറിന്റെ ചെയ്യുന്ന സുന്ദരി അങ്ങോട്ടും ഒക്കെ ഹാസ്യ കഥാപ്രസംഗങ്ങളാണ്. അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് ഞാനൊരു ജുബ്ബയൊക്കെ ഇട്ട് ഒരു ഷാളൊക്കെ ഇട്ട് മുടി സൈഡിലോട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന് ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് അല്ലേ രായപ്പ സാർ എന്ന് പറയുന്ന ഒരു ക്ലാസിക് അല്ലേ. കാരണം നമുക്കിപ്പോ ഒരു അദ്ദേഹത്തിന്റെ ഒരു പാരഡി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കുത്തോ കോമ പോലും വിട്ടുപോകത്തില്ല, ഒറിജിനൽ മറന്നുപോകും. ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന്റെ ചികയുന്ന സുന്ദരി ഒരു പാട്ടുണ്ട്. 3 വർഷം അവതരിപ്പിച്ചിട്ട് ഞാൻ അപ്പോഴപ്പോലും ഏതാണ് ഇതിന്റെ ഒറിജിനൽ എന്ന് ശരിക്കും പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടില്ല. അതിലൊരു പാട്ട് ഇതാണ്. ചികയുമോ കരളെ
ഇനി നീ നാട്ടിൽ ഏകാകിനിയായി ചികയുമോ? എനിക്കെൻ്റെ കാലും വയ്യ, ചികയുന്ന വിരലും വയ്യ, ഉടലിൻ്റെ വെയിറ്റും താങ്ങി നിവർന്നൊന്നു നിൽക്കാൻ വയ്യ. വയറിൻ്റെ വിശപ്പു നീ ചികഞ്ഞു മാറ്റൂ, ചികയുമോ കരളെ ഇനി നീ നാട്ടിൽ ഏകാകിനിയായി ചികയുമോ? ഏത് പാട്ടാന്ന് പറയാമോ? മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് 3 വർഷം അവതരിപ്പിച്ചിട്ട് പെട്ടെന്ന് മൈൻഡ് ഔട്ടായി. ഇത് ഏത് പാട്ടാണ്? കാരണം ഒറിജിനൽ നമ്മൾ മറന്നു പോകും. കേളി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടിൻ്റെ പാരഡിയാണ്. സാധാരണ എനിക്ക് തോന്നുന്നു ഈ എടുത്ത പൊങ്ങാത്ത പാട്ടുകളൊക്കെ അദ്ദേഹം എടുത്തിട്ട് പാരഡിയാക്കി. എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് ഇപ്പോഴും നമുക്ക് മഹാത്ഭുതമായിട്ട് നിൽക്കുകയാണ്. അത്രയ്ക്ക് ഒരു ക്ലാസിക്കാണ് രായപ്പ സാർ എന്ന് പറയുന്നത്. ഒരിക്കലും രായപ്പ സാറാകാൻ എനിക്ക് പറ്റില്ല കേട്ടോ, കാരണം അതൊരു പ്രതിഭാസമാണ്. അത് ആ ഒരു വലിയ സാഗരത്തിൻ്റെ ഇടയ്ക്ക് എവിടെയോ നിൽക്കുന്ന ഒരു തുള്ളി വെള്ളം മാത്രമാണ് ഞാൻ. ഇപ്പോൾ മധുചേട്ടന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, ആക്ടിങ് ചെയ്യുന്നുണ്ട്, കഥാപ്രസംഗം. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തതിൽ? ഇപ്പം ഞാൻ പാരഡി പാടാറുണ്ട്, നാടൻ പാട്ട് പാടാറുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ, നാടകവും സിനിമകളൊക്കെ അത്യാവശ്യം എല്ലാ സ്ഥലത്തുമൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതെന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഏതാ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ മക്കള് 5 പേരുണ്ടെങ്കിൽ 5 പേരിൽ ഒരാൾ മോശമാണ് അല്ലെങ്കിൽ മറ്റൊരാൾ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകത്തില്ല. എല്ലാ കലകൾക്ക് എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്ന രീതിയിലാണ്, നമ്മളത് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മളത് എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നതിൽ അടിസ്ഥാനപ്പെട്ടിരിക്കും. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഏത് കലയിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ശ്രദ്ധിക്കപ്പെടുന്ന അവർ തീരുമാനിക്കും. എങ്കിലും ഈ അടുത്ത കാലത്ത് വി.ഡി. രായപ്പ സാറിന്റെ ചികയുന്ന സുന്ദരി അമ്മിട്ടൊക്കെ കഥാപ്രസംഗമായിട്ട് ആ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോഴാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായത്. എനിക്കും കുറച്ചുകൂടെ എന്താ പറയുന്ന ഒരു ബൂസ്റ്റപ്പ് കിട്ടിയത് രായപ്പ സാറിലൂടെ. അതെ അതെ. മച്ചേട്ടാ, അപ്പോ ഈ കലാരംഗത്തേക്ക് എങ്ങനെയാണ് വന്നത്? തുടക്കം എവിടെ നിന്നായിരുന്നു? തുടക്കം ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛൻ കഴിഞ്ഞിട്ടുള്ള എനിക്കല്ല. ലക്ഷക്കണക്കിന് കലാകാരന്മാരുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഒരാളെങ്കിലും തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഒരാളെങ്കിലും പറയുന്ന പേരായിരിക്കണം മധു പുന്നപ്ര, മനോജ് പുന്നപ്ര എന്ന് ഒത്തിരി ആഗ്രഹിച്ച് ഞങ്ങളെ അച്ഛൻ കലാരംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തി. വീട്ടിലുള്ള തൊട്ടടുത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഹാസ്യ കലാപ്രകടനങ്ങളും കഥാപ്രസംഗങ്ങളും വിൽമേളയും നാടകവും ഒക്കെ അച്ഛനെ തന്നെ എഴുതി ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം LP സ്കൂളിൽ വളരെ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന സമയത്താണ് അറവുകാട് LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പിന്നെ ശാരദാമ്മ ടീച്ചർ എന്നൊരു ടീച്ചറുണ്ട്. ടീച്ചർ അവിടെ ഒരു ഹെഡ് മാസ്റ്ററുടെ റൂമിൽ ഒരു ഓട്ടംതുള്ളിയുടെ കിരീടം ഇരിപ്പുണ്ട്. ആ കിരീടം എടുത്തു വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഈ വർഷം സ്കൂൾ കലോത്സവത്തിന് ഓട്ടംതുള്ളൽ കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പഠിപ്പിച്ചു. അന്നാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്തമായൊരു കവിത ഉണ്ട്, നമ്മൾ പഠിക്കാനുള്ള പാഠഭാഗമാണ്, ഒരു മാർജാരൻ എന്ന് പറഞ്ഞ തുടങ്ങുന്ന ഒരു കവിത. അത് അവതരിപ്പിച്ച് പ്രൈസ് കിട്ടി. അതിനുശേഷം പിന്നെ ഞാൻ തോന്നുന്നു കുറച്ച് വേദികളിൽ ഈ കഥ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാമെന്ന്. അങ്ങനെയാണ് ഒരു ശശികുമാർ എന്ന് പറഞ്ഞ സാർ എഴുതിയ ഒരു കവിത. അതായത് നമ്മൾ പുസ്തകഭാരം ഏറി വന്ന സമയമുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 പുസ്തകങ്ങൾ നമ്മൾ പഠിക്കാൻ കൊണ്ടുപോകും. പുസ്തകഭാരം ഏറി വരുന്ന സമയത്താണ് എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരനരുളിയ പോലെ എന്ന് തുടങ്ങുന്ന തുടക്കം അങ്ങോട്ട് വന്നിട്ട് പിന്നെ കെട്ടുകണക്കിന് പുസ്തകമേന്തി പെട്ടുവലഞ്ഞു വശായി വരുന്നൊരു കുട്ടികൾ തന്നുടെ കഥ ഇത് ഓർത്താൽ കഷ്ടമതല്ലാതെ എന്തിഹമിച്ചം എന്ന് പറയുന്ന ഈ പുസ്തക ഭാരത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തിന്റെ അന്നത്തെ ആനുകാലിക സംഭവങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു ഓട്ടംതുള്ളൽ അത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പല സ്കൂളുകളിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി അന്നത്തെ കാലത്ത്. പിന്നെ പബ്ലിക്കിൽ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എൻ്റെ ഓട്ടംതുള്ളൽ. അങ്ങനെ നിരവധി വേദികളിൽ ഓട്ടംതുള്ളലാണ് ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഓട്ടംതുള്ളൽ ഈ കലകളെല്ലാം ഉണ്ട്. അതിനകത്തൊരു നർമ്മമാണല്ലോ ഓട്ടംതുള്ളൽ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഞാനും എൻ്റെ അനുജൻ മനോജും നമ്മുടെ പ്രശാന്ത് അറിയുമല്ലോ പുന്നപ്ര, അത് എൻ്റെ അനിയൻ തന്നെയാണ്. അപ്പോൾ ഞാനും അനിയനും കൂടെ മിമിക്രി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവനെ കൂടെ കൂട്ടുന്നത്. കൂട്ടി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ റിഹേഴ്സൽ എടുത്ത് ഞങ്ങൾ പിന്നെ കുറേ വേദികളിൽ ചെറിയ കൊച്ചു പ്രായത്തിൽ ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് 10, 12, 15 വയസ്സുള്ള പിള്ളേരാണ് ഈ പ്രൊഫഷണലായിട്ട് അന്ന് നിരവധി വേദി ഒരു ദിവസം 2-3 പ്രോഗ്രാമൊക്കെ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറെ അവതരിപ്പിച്ച് വന്ന സമയത്താണ് അച്ഛന് തോന്നി ശ്രീഭദ്ര തിയേറ്റേഴ്സ് എന്ന് പറയുന്നൊരു ട്രൂപ്പ് തുടങ്ങാം. അറവാട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ താമസിക്കുന്നു. അപ്പോൾ ശ്രീഭദ്ര തിയേറ്റേഴ്സ്, അങ്ങനെ അതിന്റെ പേരിൽ മിമിക്രി പല വേദികളിലും നമ്മൾ അവതരിപ്പിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് സ്റ്റേജ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ട്രൂപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. അന്ന് തുടങ്ങിയ യാത്ര എനിക്ക് തോന്നുന്നു 33-35 വർഷമായി. ഇപ്പോഴും
എപ്പോഴും പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ട കോമഡിയും കാര്യങ്ങളും ഡാൻസും എല്ലാം മിക്സ് ചെയ്ത് വലിയ മോശമില്ലാത്ത വിധത്തിൽ കുടുംബ സദസ്സുകൾക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു വരുന്നു. ഈ നിമിഷം വരെയും ആ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് 35 വർഷമായല്ലോ ട്രൂപ്പ്. ഇത് ടെലിവിഷനിൽ നമ്മൾ അധികം കാണുന്നില്ല, സ്റ്റേജ് ഷോസ് ആണ്. ടെലിവിഷനിൽ വളരെ അപൂർവമായിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് വരുന്നത്. പിന്നിലുള്ള റീസൺ എന്താണ്? എനിക്ക് സ്റ്റേജ് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രേക്ഷകരുമായിട്ട് സംവദിക്കുന്ന അന്നേരം കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അമ്പലപ്പറമ്പുകളും ഉത്സവവും ആഘോഷവും ക്ലബ്ബുകളും ഒന്നത്. രണ്ട്, ഞാൻ ഈ പറയുന്നത് പുട്ടിന് പീരിയിടുന്നത് പോലെ വല്ലപ്പോഴും കൂടി ഒരു മധുരം നമ്മൾ സമ്മാനിക്കും. അത് വർഷത്തിൽ 2-3 എന്താ പറയുക പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മളെ പ്രോഗ്രാമിനായിട്ട് ചാനലുകാർ വിളിക്കും. അന്നൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാം അവതരിപ്പിക്കും. പക്ഷേ ഇത്രയും വർഷങ്ങൾ എൻ്റെ ജീവിതം എന്ന് പറയുന്ന സ്റ്റേജായിരുന്നു. ഈ നിമിഷം വരെ ഈ ശരീരവും ഈ കാണുന്ന ഷർട്ടും പാൻറ്റും ഒക്കെ വേദികളും നാട്ടിൻപുറത്തെ ക്ലബ്ബുകളും ഉത്സവാഘോഷങ്ങളും സമ്മാനിച്ചതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ പറയുന്നത്, ഇതുവരെയും ദൈവം മുന്നോട്ട് നമ്മളെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് എനിക്ക് സ്റ്റേജ് പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെ സ്റ്റേജ് ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ ട്രൂപ്പ് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. കുടുംബ സദസ്സുകളുടെ കൂട്ടുകാരെന്നാണ് ഞങ്ങൾ പറയാതെ തന്നെ പലപ്പോഴും ക്ഷേത്രോത്സവ കമ്മിറ്റിക്കാരൊക്കെ നോട്ടീസിൽ അടിച്ചു വെക്കുന്നത്. കാരണം വരുന്നിരിക്കുന്ന പ്രേക്ഷകര് അമ്മമാരും സഹോദരിമാരും നമ്മുടെ മക്കളും ഒക്കെ വന്നിരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന നാട്ടിൻ പുറത്തുള്ള സാധാരണ നർമ്മങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അന്നും ഇന്നും ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിറയെ പ്രോഗ്രാമുകൾ കിട്ടുന്നത്. അതെ, ഇത്രയും വർഷമായിട്ടും ഒരേപോലെ ഇത്രയും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ വെറൈറ്റികളൊക്കെ ചെയ്യും. പണ്ട് ഞാനും അനുജൻ മനോജും കൂടെ ചെയ്തൊരു ഐറ്റം ഉണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലൊക്കെ ഈ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് ഉണ്ട്. അത് 500 സിനിമാ പേരുകൾ കോർത്തിണക്കെയാണ്. ഇപ്പം മനോജ് മമ്മൂട്ടിയുടെ ആരാധകനും ഞാൻ മമ്മൂട്ടിയുടെ ആരാധകനും മനോജ് അനിയൻ മോഹൻലാലിന്റെ ആരാധകനുമായിട്ട്. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള, ആരാണ് ഏറ്റവും മികച്ച നടൻ, ഈ തർക്കം ഒരു വർഷം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എടുത്ത പാട്ടാണത്. പക്ഷെ ഇന്നും ഇത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പല വേദികൾ ചെല്ലുമ്പോൾ പലരും പറയും ആ പാട്ടൊന്ന് പാടാവുന്നിരിക്കും. അത് നിങ്ങൾ കേട്ടുവേണം, പല ചാനലുകളിലൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മമ്മൂട്ടി പടയോട്ടം പടയണ പരമ്പര ബാധേയം പുലി വരുന്ന പുലി പ്രത്യേകം ശ്രദ്ധിക്കുക റബ്ബർന്ന് പഞ്ചാഗ്നിവാദ മുദ്ര 10ാമത് എമ്പത്രം പക്ഷേ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ കളിക്കളം കൽക്കാറ്റ് കാർണിവൽ ഹൊയ് കുട്ടേട്ടൻ ഹൊയ് കളിപ്പാട്ടം കമലനളം കിളിക്കാൻ കടത്തനടനം പടികട കൊണ്ടുവരും പക്ഷി സുഹൃതം സാമ്രാജ്യം സിദ്ധാർത്ഥ സ്ഫോടനം സംഘം സന്ദർഭം സാഗരം സാക്ഷി സ്ഫടികം സീസൺ സദയം സഞ്ചാരി യോധ സുഗമോദേവി സർവകലാശാല കൗരവർ കുട്ടേട്ടൻ കളിയൂഞ്ഞാല് കാതോട് കാതലും തച്ചിയിലെടത്ത് ചുണ്ടൻ ഡേ കന്മദങ്കിരീടം കരിയില്ല കാറ്റുപോലെ കാലാപ്പാനി കുഞ്ഞറ്റ കിളികൾ അതിനത്രം മനസ്വരം അബ്കാരി ഹോയ് ആ രാത്രി ഹോയ് അനുബന്ധം അനുരാഗി അഭിമന്യു അക്കരെ 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 ആരും മലരും കിളിയും മനുവങ്കൽ മതിലുകൾ മുദ്ര 3 മാസങ്ങൾക്ക് മുമ്പ് മാന്ത്രികം 3ാം റവീഥനം മിന്നാരം മൂക്കം മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു അങ്ങാടിക്കപ്പുറത്ത് അഴകിയ രാവണൻ ആ നേരം അല്പദൂരം ആവനാഴി 6ാം തമ്പൂരാൻ അദ്വൈതമാദീപൻ ആട്ടക്കലാശം അഗ്നിദേവൻ കാണാമറിയത്ത് കിഴക്കൻ പത്രസ് കളിയൂഞ്ഞാല് കാർണിവൽ നോക്കത്ത ദൂരത്ത് കണ്ണുനട്ട് ഹിസൈന സബ്ദുള്ള പുറപ്പെടുത്തി തമ്മിൽ ഉപകാരം നിറക്കൂട്ട് ഡേയ് അടിമകളുടെ മകൾ അർഹതാങ്കിൽ ബെൺ ഏയ് സായം സന്ധ്യ ബട്ടർഫ്ലൈസ് തമ്മിൽ ബോയിങ് അമരം അക്കരെ അംബേദ്കർ അർത്ഥം ഒരു വടക്കൻ വീരഗാഥ ഒരു സിബിഐ കുറിപ്പ് ഇൻസ്പെക്ടർ ബൽറാം ഇന്ദ്രപ്രസ്ഥം തേമാവിൻ കൊമ്പത്ത് മഞ്ഞിൽ വീരിഞ്ഞ പൂക്കൾ രാജാവിന്റെ മകൻ ഇന്ദ്രജാലം ഹിറ്റ്ലർ വാർത്ത ജാഗ്രത വിഷ്ണു മഴയത്ത് മുൻപേ നീലഗിരി എഴുപന തരകൻ നായർ സാബു പപ്പട സ്വന്തം മപ്പൂസ് അയാൾക്ക് അത് എഴുതാണ് ചെപ്പ് ചെങ്കോൽ താളവട്ട മുസ്താദ് ഏയോട്ടോ ദി കിങ് ട്രൂത്ത് ഗോൺമാൻ ജോണി വാക്കർ അപ്പുണ്യക്കരയാകം വിഷ്ണു ലോകം നാൽക്കവല ജാക്പോട്ട് പൂവിന് പുതിയ പൂന്തന്നൽ മാന്ത്രികം നിർണയം ഉണ്ണികളെ ഒരു കഥ പറയാൻ ന്യൂഡൽഹി പിൻഗാമീനായി വിധി താഴ്വാർ മൃഗ ഭരതം യാത്രാ ചിത്രം ആംസാഹിത്യം മധുരം മപ്പു പൂമുഖപ്പടിയിൽ നിന്നേങ്കത്ത് നമ്പർ 20 മദ്രാസ് ബൈ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഹരികൃഷ്ണൻസ് ഒന്നാണ് നമ്മൾ വടയോട്ടം പടയണി പരമ്പര ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനും മനോജും കൂടെ അവതരിപ്പിക്കുന്നത്. അപ്പം അന്ന് ഈ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള എനിക്ക് തോന്നുന്നു ഇവർ ഇന്ന് നിൽക്കുന്നേക്കാളും ഭയങ്കരമായിട്ട് പ്രേക്ഷകരിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം ഒരു ഹൈ ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളിത് അവതരിപ്പിക്കാൻ വേദി ചെല്ലുമ്പോൾ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഏറ്റവും മികച്ച നടൻ, ആരാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിക്കുമ്പം നമ്മുടെ പിള്ളേരല്ലേ അങ്ങ് ഇളകും. ഒരു സ്ഥലത്തൊക്കെ ഈ പരിപാടി അവതരിപ്പിച്ചിട്ട് ഈ മമ്മൂട്ടി മോഹൻലാലിന്റെ ആരാധകർ തമ്മിൽ ഭയങ്കര വഴക്കായി, അടിയുടെ വക്കിലെത്തി. അവസാനം സ്റ്റേജിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു പ്ലീസ് ദയവ് ചെയ്തൊരു നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതെന്നും പറഞ്ഞ് ഞാനിത് നിർത്തിച്ചു. പിന്നെ അവസാനം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്നും നമ്മൾ മിമിക്സ് കളിക്കുമ്പോഴും
ഏതൊരു ഐറ്റം ചെയ്താലും അതിലൊരു മെസ്സേജ് ഞാൻ പാസ് ചെയ്യാറുണ്ട്. ഗെയിം ഷോ നടത്തിയപ്പോൾ ആ ഗെയിം ഷോയുടെ എൻഡിൽ ജാതിക്കും മതത്തിനും നിറത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമായി, എല്ലാത്തിനും അതീതമായി മനുഷ്യത്വം എന്ന് പറയുന്നത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, സ്നേഹം എന്ന് പറയുന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്കിറ്റ് കളിച്ചാൽ, ഒരു ഗെയിം ഷോ കളിച്ചാൽ, ഒരു പാട്ടാണെങ്കിൽ അതിൻ്റെ എൻഡിൽ ഞാനൊരു ഡയലോഗ് പറയും. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം കളിച്ചൊരു സ്കിറ്റിൽ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന മക്കൾക്കായി, മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർക്കായി എന്ന് പറഞ്ഞാണ് ഈ സ്കിറ്റ് അവതരിപ്പിക്കുന്നത്. ജസ്റ്റ് വെറുതെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കില്ല. ആ സ്കിറ്റ് നർമ്മത്തിൽ കോർത്ത് വന്നിട്ട് ക്ലൈമാക്സിൽ വരുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ കണ്ണു നിറയും, ഒരുപക്ഷെ അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിൽ പുതിയ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബോധോദയം ഉണ്ടായാൽ നല്ലതല്ലേ. അപ്പം നമ്മുടെ പ്രോഗ്രാമിലെല്ലാം അങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും കുടുംബ സദസ്സുകളുടെ കൂട്ടുകാരെന്ന് അവർ അടിച്ചു വെക്കുന്നത്. ഇപ്പം ഞാനീ പറയുന്ന മമ്മൂട്ടി മോഹൻലാലിൻ്റെ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ പറയുന്ന ഡയലോഗ് എന്താണെന്നറിയും. എന്തായാലും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പേര് മാത്രമല്ല, താരങ്ങളുടെ പേരിൽ മാത്രമല്ല, പലപ്പോഴും മറ്റു പല കാര്യങ്ങളുടെ പേരിൽ നമ്മൾ തമ്മിൽ തല്ലുന്നുണ്ട്. ഇതൊന്നും പാടില്ല. നമ്മൾ മനുഷ്യരായി സ്നേഹത്തോടെ ഒരു വഴക്കമില്ലാതെ ഒരു ചേരിയും ചേരാതെ നമ്മൾ മനുഷ്യരായി ജീവിച്ച് ഈ ഭൂമിയെ മരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജൊക്കെ കൊടുത്താണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ, അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നി ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ 10-35 വർഷമായിട്ട് ഇപ്പോഴും ലൈവിൽ സ്റ്റേജ് ഇന്ത്യ എന്ന് പറയുന്ന ട്രൂപ്പും എൻ്റെ ഈ പ്രോഗ്രാമും മുന്നോട്ട് പോകുന്നു. ഇപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, പറഞ്ഞിടക്ക് പറഞ്ഞു, ഞാൻ മാത്രമല്ല, ഇങ്ങനെ നിരവധി ട്രൂപ്പുകൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കാര്യം മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന കഥകൾക്ക് നർമ്മം കലർത്തിയുള്ള കഥകൾ അല്ലെങ്കിൽ അതേപോലെ സീരിയസ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ടാണോ കഥകൾ സെലക്ട് ചെയ്യുന്നത്? അല്ല, കഥ സെലക്ട് ചെയ്യുന്നത് ഒരു തീം കാണും, ആ തീം സെലക്ട് ചെയ്തിട്ട് അതിൽ കൗണ്ടർ തമാശകൾ കോർത്തിണക്കി അവതരിപ്പിച്ചിട്ട് വന്നിട്ട് അതിന്റെ ക്ലൈമാക്സ് കൊടുക്കുന്നത് ഒരു മെസ്സേജിൽ കൊണ്ട് എൻഡ് ചെയ്യും. അത് ഏത് പ്രോഗ്രാം ചെയ്താലും ഒരു പാട്ട് പാടിയപ്പോൾ ആ പാട്ടിന്റെ എൻഡിൽ ആ സന്ദർഭത്തിനനുസരിച്ചൊരു മെസ്സേജ് പറഞ്ഞിട്ടാണ് ഞാൻ പലപ്പോഴും പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഒരു പരിപാടി സ്ഥലത്തൊരു സംഘാടകരാണെങ്കിലും അവരെ ഞാൻ പലപ്പോഴും പല സ്റ്റേജുകളിലും വിളിച്ചിട്ട് അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയാറുണ്ട്. കാരണം തീർച്ചയായിട്ടും ഈ സംഘാടകരില്ലെങ്കിൽ നമ്മളില്ലല്ലോ. നമ്മൾ 4-5 പേര് കമ്മിറ്റിക്കാരെന്ന് 2-3 അക്ഷരങ്ങളിൽ അവരെ ഒതുക്കും. പക്ഷെ അവരുടെയൊക്കെ ഈ നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബുകളുടെയും ഉത്സവാഘോഷ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന കുറേ പേരുടെ കുറേ ദിവസത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് നമുക്ക് ഈ പ്രോഗ്രാം കിട്ടുന്നത്, അല്ലേ? അവരുടെ കുടുംബത്തിൽ നടക്കേണ്ട അല്ലെങ്കിൽ മറ്റു നല്ല നല്ല ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ വിശേഷങ്ങളോ മാറ്റി വെച്ചിട്ടാണ് നമുക്ക് പൈസ തരാൻ വേണ്ടി ഇവർ നാട്ടിൻ പുറത്ത് പിരിവിനിറങ്ങി കഷ്ടപ്പെടുന്നത്. അപ്പൊ അവരുടെ അവരുടെ കഷ്ടപ്പാടും കൂടെ ജനം അറിയുന്നുണ്ട്. എപ്പോഴെങ്കിലും സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറന്നുപോയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു പോർഷൻ? ഇല്ലില്ല, അങ്ങനെ ഇതുവരെ ഇല്ല. അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ഇതിലായിട്ടും. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ മറവി പിന്നെ ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ എനിക്കല്ല, വേറെ അപ്പം ഞാൻ കയറി വരേണ്ട ക്യാരക്ടർ വരേണ്ട സ്ഥാനത്ത് ഒരാൾ മൈൻഡ് ഔട്ടായിട്ട് ഒരാൾ കയറി ഇങ്ങ് വന്നു, സ്റ്റേജ് വന്നിട്ട് അദ്ദേഹത്തിന് കയറി വന്നു, ഞാനും കയറി വന്നു, രണ്ടുപേരും കൂടെ വന്നിരിക്കുക. രണ്ടുപേരും എനിക്കാണോ തെറ്റ് അദ്ദേഹത്തിനാണോ തെറ്റിയെന്ന് മാനേജ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, സഹോദര താങ്കളെ ഞാൻ വിളിക്കാം, ഇപ്പോഴല്ല, ഏതാനും നിമിഷങ്ങൾക്ക് താങ്കളെ വിളിക്കും. ഈ നിൽക്കുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ ഡയലോഗ് പറഞ്ഞു, അത് പറയുമ്പോൾ നിങ്ങൾ വന്നോണം എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിച്ചിരിച്ചിട്ട് ഉള്ളി അത് അപ്പോഴാണ് ഉള്ളിക്ക് കത്തിയിട്ട് ഇപ്പോഴല്ല കയറി വരേണ്ടത്. അത് സന്ദർഭം പോലെ നമ്മൾ, കാരണം ആ ഡയലോഗ് പറഞ്ഞ അപ്പം പ്രേക്ഷകർക്ക് തോന്നണം വേറെന്തോ പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ കളിക്കുന്ന പേര് പറയുന്നില്ല പരിപാടി കളിച്ചുകൊണ്ടിരുന്ന വെച്ചപ്പം ഡയലോഗ് മറന്നു പുള്ളി എപ്പോഴും. കൃത്യസമയത്ത് പുള്ളി അത് നല്ല നല്ല കൗണ്ടർ ജനം ചിരിക്കേണ്ട സമയത്ത് ഡയലോഗ് മറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് പുള്ളി നെഞ്ചത്ത് പിടിക്കുക, നെഞ്ച് വേദന എടുക്കുന്നു, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം, അകത്തോട്ട് പോയിട്ട് മറ്റൊരു ഡയലോഗ് പറഞ്ഞു കൊടുക്കും. കയറി വരും, 2 മിനിറ്റ് പിന്നെ ഡയലോഗ് വരും, വയ്യ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു തകഴിയിലാണ് എവിടെയോ വെച്ച് ഒരു സ്ഥലത്ത് കളിച്ചപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരുത്തം പറയും, ഇനി നിനക്ക് നെഞ്ചുവേദന വന്ന. കാരണം അവർ കേൾക്കുന്നുണ്ട്, ബാക്കിൽ നിന്ന് ഡയലോഗ് പറഞ്ഞു കൊടുത്തു, ഇനി നിനക്ക് നെഞ്ചുവേദന വന്നാൽ നീ വിവരം അറിയുന്നു പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഡയലോഗ് എങ്ങനെയോ ഡയലോഗ് ഇട്ടൊക്കെ കറക്റ്റ് കുത്തി ആ പരിപാടി ഇങ്ങനെ ഒത്തിരി പരിപാടി സ്ഥലങ്ങളിലുണ്ടായ തമാശകൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരും. അപ്പോൾ അതുപോലെ തന്നെ ഈ വോയിസ് മോഡുലേഷൻ ഈ ഒരു ഫീൽഡിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. എന്തെങ്കിലും ഒരു ചലഞ്ച് വന്നിട്ടുണ്ടോ ഈ വോയിസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ചലഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ഒച്ചയടഞ്ഞ് ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കഥാപ്രസംഗം ഞാൻ പറഞ്ഞില്ലേ, ഈ 2.5 മണിക്കൂർ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ, അവതരിപ്പിക്കുന്ന സമയത്ത് സൗണ്ട് പോയാൽ തീർന്നില്ലേ. അതാ ഞാൻ ഈ കാഥികരെ പൂജിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞതാണ്, സൗണ്ട് പോയാൽ തീർന്നു. പിന്നെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ, അല്ലാതെ എനിക്ക് അങ്ങനെ ചലഞ്ചുകളൊന്നും പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് വിനയൻ സാറിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള കഥ എന്താണ്? വിനയൻ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. വർഷങ്ങളായിട്ട് വളരെ ചെറിയ പ്രായം വരെ സാറോട്ട് എനിക്കറിയാം, എനിക്ക് സാറിനെ അറിയാം, സാറിന് എന്നെ അറിയാം. പക്ഷെ ഞാൻ
എൻ്റെ ഒരു വലിയൊരു കുഴപ്പമാണ്, ഞാൻ എൻ്റെ ഒരു സ്വയം ഒരു എന്താ പറയുന്നത് ഒരു കുഴപ്പമായിട്ടാണ് ഞാൻ തന്നെ കരുതുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കണം ഞാൻ എന്താ ഇങ്ങനെ ആകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, എത്ര പരിചയമുള്ളവരാണെങ്കിൽ ഞാനൊരു അവസരം ചോദിക്കുകയോ ചാൻസ് ചോദിക്കുകയോ എനിക്കെന്തോ ചെറിയ അഹങ്കാരമല്ല, എനിക്കറിയാൻ മേല അങ്ങനെ ചോദിക്കാൻ. അത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഒരു ദിവസം അച്ഛനെ ആദരിക്കുക, എൻ്റെ അച്ഛനെ ആദരിക്കുന്നൊരു ചടങ്ങ് പുന്നപ്പുറയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിനയൻ സാറായിരുന്നു അച്ഛനെ ആദരിക്കാൻ വേണ്ടി വന്നു. അന്ന് സ്റ്റേജിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. വർഷങ്ങളായിട്ട് മധുര എനിക്കറിയാം, പക്ഷേ ഇത്രയും പരിചയമുള്ളതായിട്ട് ഇന്ന് വരെ അവൻ എന്നെ ഒന്ന് പരിചയപ്പെടുക, അല്ലെങ്കിൽ അല്ലെ പരിചയപ്പെടാനല്ല എന്നെ ഒന്ന് വിളിക്കുകയോ കാണുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഇനി ഒരു സിനിമ ഞാൻ നിർമ്മിക്കുന്നെങ്കിൽ സംവിധാനം ചെയ്യുന്നെങ്കിൽ അടുത്ത ചിത്രത്തിൽ മധു, ആ പരസ്യമായിട്ട് അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് വിനയ സാർ പറയുന്നു മധു കാണും. എനിക്ക് ലോട്ടറി അടിച്ച കണക്കാണ്, കാരണം ഒരു വിനയ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ വർഷം ഒന്ന് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ വിചാരിച്ചതൊക്കെ സാധാരണ എല്ലാവരും പറഞ്ഞിട്ട് പോകുന്നതല്ലേ, അത് സ്നേഹം കൊണ്ട് പറയും. ഒരു ദിവസം ഞാൻ പരിപാടി കഴിഞ്ഞ് രാവിലെ കിടന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു കോള്, രാവിലെ 7-7:30 ആകുമ്പോൾ കോള് വരിക. ഹലോ, ഞാൻ ആരാ? വിനയനാ. ഏത് വിനയൻ? ഡയറക്ടർ വിനയൻ. അയ്യോ സാറേ, വിനയൻ സാർ, അയ്യോ സാറേ, എന്താ സാറേ? സാറേ ഞാൻ വേറെ ആരാ, ഞാൻ ഉറങ്ങി കിടക്കുകയാണ് സാറേ. സാരമില്ല, അടുത്ത പടത്തിൽ നിനക്കൊരു വേഷമുണ്ട് കേട്ടോ, കൺട്രോൾ വിളിക്കും, ഓക്കെ. ഒറ്റ മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. കാരണം ഉറക്കത്തിൽ ഇതിലല്ലേ സാറ് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, മലയാള സിനിമയിൽ ഇത്രയും ടോപ്പിൽ നിൽക്കുന്നൊരു ഡയറക്ടർ ഒരു വർഷം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഒരു സിനിമയിൽ അടുത്തൊരു സിനിമ ഉണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞൊക്കെ ഇതെല്ലാവരും ഒരു മാസം കൊണ്ട് 2 ദിവസം കഴിയുമ്പോൾ എല്ലാവരും മറന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ആ സിനിമ വന്നപ്പോൾ എന്നെ ഒരു ക്യാരക്ടർ തന്നിട്ട് സാറ് വിളിക്കുകയാണ്. ഞാനിപ്പോഴും സാറിനെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ദൈവത്തെ പോലെ കാണുന്ന ആളാണ് വിനയൻ സാർ. മറ്റ് ഡയറക്ടേഴ്സും എല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ടും എനിക്കൊരു വേഷം തരികയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് വേഷം തരികയും ചെയ്തു. അദ്ദേഹം വേഷം തന്നുകൊണ്ട് മാത്രമല്ല, ആ പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് അദ്ദേഹം പാലിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അദ്ദേഹത്തിന്റെ സിനിമ തുടർന്നുള്ള സിനിമയിൽ ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു സിനിമയിലെങ്കിലും വേഷം തന്നില്ലേ വിളിച്ച്. അപ്പം പറഞ്ഞ വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്ത ഒരു സാറിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വല്ലത് ഭയങ്കര സന്തോഷമാണ്. മധുചേട്ടന് എപ്പോഴെങ്കിലും ഒരു സ്റ്റേജ് ഫിയർ അനുഭവപ്പെട്ടിട്ടുണ്ടോ? സ്റ്റേജ് ഫിയർ എനിക്ക് എല്ലാ സ്റ്റേജിലും പ്രോഗ്രാം മുമ്പ് എൻ്റെ കൂടെ വരുന്ന ആർട്ടിസ്റ്റുകൾ പറയും ഞാൻ മിണ്ടത്തില്ല. കഴിഞ്ഞ ദിവസം പാലക്കാട് ആലത്തൂർ പരിപാടിക്ക് പോകാൻ വണ്ടി കയറി കഴിഞ്ഞാൽ പൊതുവേ വേറെ ഒന്നുമല്ല, പണ്ട് തൊട്ട് ഒരു ഡിസിപ്ലിൻ ഉണ്ട് വണ്ടിക്കകത്ത്. ഒന്ന് മദ്യം അനുവദിക്കുന്നതല്ല, അതിപ്പോഴല്ല, വർഷങ്ങളായിട്ട് അതൊരു നിയമമാണ്. അത് എത്ര വലിയ മദ്യപാനികളാണെങ്കിലും മദ്യപിക്കുന്നവരാണെങ്കിലും ഞാനത് അനുവദിച്ചു കൊടുക്കാറില്ല. അതിന് എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ ഒറ്റ സ്റ്റേജേ കളിക്കത്തുള്ളൂ, പിന്നെ കളിക്കത്തില്ല. വേറെ ഒന്നുമല്ല, വർഷങ്ങളായിട്ട് അതൊരു എന്താ ഒരു തപസ്യ പോലെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പൊ കൃത്യമായിട്ട് അങ്ങനെ വരുന്ന ആർട്ടിസ്റ്റുകളെല്ലാം അത് പാലിക്കാറുണ്ട്, കൃത്യമായിട്ട് വേദിയിൽ അത് അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ ഞാൻ പരിപാടി കഴിഞ്ഞ് ഇപ്പോഴും എൻ്റെ ആർട്ടിസ്റ്റുകൾക്ക് അറിയാം, വണ്ടി കയറി കഴിഞ്ഞാൽ ആ പരിപാടി ചെയ്യുന്ന ഒരു പ്രാർത്ഥന, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തിരികെ എത്തിച്ചിട്ടാണ് ഇറങ്ങുന്നത്. നമ്മൾ പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും കാല് തൊട്ട്, ഇപ്പം അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് മനസ്സുകൊണ്ട് അച്ഛൻ്റെ പാദം സ്പർശിച്ചിട്ട് തന്നെയാണ് ഞാൻ പരിപാടിക്ക് പോകുന്നതും. പക്ഷെ ആ പരിപാടി സ്റ്റേജിൽ ചെല്ലുന്നത് വരെ ഒരു ടെൻഷനുണ്ട്. ആ ടെൻഷൻ എനിക്ക് അന്നുകൊണ്ട് ഇന്നും ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒരു പ്രോഗ്രാമിൻ്റെ സംഘാടകൻ മാത്രമല്ലല്ലോ, സ്റ്റേജ് പെർഫോം ചെയ്യേണ്ട ആൾ കൂടെ. അപ്പോൾ പെർഫോം ചെയ്യുന്ന ആളും സംഘാടകനായിട്ട് ഒരു പരിപാടി മിനിമം ഗ്യാരണ്ടിയിൽ നടത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പരിപാടി വിജയിച്ച് കഴിയുന്നവരെ, അല്ലെങ്കിൽ പ്രോഗ്രാം കഴിയുന്നവരെ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ വേദന എന്ന് പറയും. അതിനേക്കാളും വേദനയാണ് ഒരു കലാകാരൻ അനുഭവിക്കുന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഭയങ്കര ടെൻഷൻ തന്നെ. കാരണം ഇരിക്കുന്ന പല സ്ഥലങ്ങളിൽ പല വിധത്തിലുള്ള ഓഡിയൻസ്, പല അഭിരുചിയുള്ള ആൾക്കാർ. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു സ്കിറ്റ് ഇന്നിവിടെ കിട്ടുന്ന ചിരി അത്രയും ചിരി ചിലപ്പോൾ അടുത്ത പ്രോഗ്രാം കണ്ടിരിക്കും, പക്ഷെ അത്രയും ചിരി ചിലപ്പോൾ അവിടെ കിട്ടുന്നില്ല, അടുത്തൊരു സ്റ്റേജിൽ പൊട്ടിച്ചിരിയായിരിക്കും. പക്ഷെ അത് ആ പല സ്ഥലങ്ങളിലെ പ്രകൃതി അനുസരിച്ച്. പിന്നെ നമ്മൾക്ക് കിട്ടുന്ന സൗണ്ട് സിസ്റ്റം, ചില സ്ഥലത്ത് അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിലായിരിക്കും കളിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓപ്പറേറ്റർ അല്ലെങ്കിൽ കൃത്യമായിട്ടത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ സ്റ്റേജ് നിൽക്കുമ്പോൾ ചെറിയൊരു ഫിയർ വരും. കാരണം അത്ര പഞ്ചിലത് വെളിയിലോട്ട് വന്നില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ട്. പക്ഷേ ആ വേദി ചെല്ലുന്നത് വരെ നമുക്ക് ഞാൻ പ്രാർത്ഥനയായിട്ടും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരു ആ ടെൻഷനാണ് ഈ പ്രാർത്ഥനയായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റേജ് ചെല്ലുന്നു, പരിപാടി വിളക്ക്, ആ വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ ഒരു എനർജി കിട്ടും കേട്ടോ. ആ തിരി അങ്ങോട്ട് കത്തിച്ച് കഴിയുമ്പോൾ നമ്മൾ ആരോ ഇഞ്ചെക്ട് ചെയ്യുന്ന കണക്കാണ് ഒരു ഊർജ്ജം. അത് കഴിഞ്ഞ് തുടങ്ങി ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുമായിട്ട് യോജിക്കും. പക്ഷെ എന്നും പറഞ്ഞ് ആ സ്റ്റേജ് ഫിയർ ഒന്നും അവിടെ ഉണ്ടാകത്തില്ല. പക്ഷെ ഈ ടെൻഷൻ അത് ഞാൻ മാത്രമല്ല, എല്ലാ കലാകാരന്മാരും അനുഭവിക്കുന്ന ടെൻഷൻ. അത് ഇത്ര വർഷമല്ലോ നിങ്ങള് ഈ ഷോസ് ഒക്കെ അവതരിപ്പിക്കാൻ പോകുമ്പോ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? ഈ കുറെ തമാശകൾ നിറഞ്ഞ എന്തെങ്കിലും ഒരെണ്ണം ഞങ്ങൾ ഓഡിയൻസിന് വേണ്ടി പറയാമോ? തമാശ നിറഞ്ഞ അനുഭവങ്ങളുടെ ബഹളമാണ്, ഒത്തിരി ഉണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
പറഞ്ഞാൽ തീരാത്തത്രയും അനുഭവങ്ങളുണ്ട്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞങ്ങൾ രാജൻ ബി ദേവിൻ്റെ സാറിൻ്റെ ജൂബിലി ജോക്സിൽ കളിക്കുന്ന സമയത്താണ്. അന്ന് മറ്റാരോ കളിച്ചൊരു സ്കിറ്റാന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഒരു സുദർശനൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അവിടെ കൊണ്ടുവന്നു. അതൊരു പാഞ്ചാലി വസ്ത്രക്ഷേപം ഒരു ഐറ്റം, ലാസ്റ്റ് അതാണ് ക്ലൈമാക്സിൽ അതിൻ്റെ ഐറ്റം. അപ്പം പാഞ്ചാലിയുടെ വസ്ത്രം ഉരിയുന്ന ഒരു, അപ്പോൾ സ്റ്റേജിൽ നമ്മുടെ ഈ ചെറ്റ അന്നത്തെ കാലത്ത് ഓല കൊണ്ട് മറച്ച സ്റ്റേജുകളാണ് കൂടുതൽ, ഇന്നുകൊണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഓല മറച്ച സ്റ്റേജിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഈ പാഞ്ചാലി വസ്ത്രശേഷം ഞാനാണ് ദുശാസനായിട്ട് നിന്നുകൊണ്ട് ഇത് ഉരിയുന്നത്. ആ ഉരിയുന്ന സീനിന് ഈ സുദർശനൻ എന്ന് പറയുന്ന കക്ഷി ആർട്ടിസ്റ്റാണ്, പക്ഷെ ഇങ്ങനെയുള്ള ഡ്രസ്സിങ്ങുകൾ കാര്യങ്ങളൊന്നും പുള്ളി വളരെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കത്തില്ല. വേറെ ഒന്നുമല്ല, താടിയൊക്കെ ഉണ്ട്. താടിയൊക്കെ വെച്ച് അന്നൊക്കെ നമുക്ക് ഫീമെയിൽ വേഷം ചെയ്യുന്നതിന് ഇതുപോലെ ഫീമെയിലായിട്ട് തന്നെ ഒരുങ്ങി വരുന്നതല്ല. അപ്പം നമ്മളൊക്കെ നിന്ന വേഷത്തിൽ പണ്ട് കലാഭവൻ്റെ മിക്സിംഗ് കണ്ടില്ല, ഒരു ജുബേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ ഒരു ഷാള് വലിച്ചിട്ടിട്ട് നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ കൊണ്ടും ഡയലോഗ് പ്രസന്റേഷൻ അല്ലെങ്കിൽ മോഡുലേഷൻ കൊണ്ട് നമ്മൾ ഫീമെയിലായിട്ട് മാറും. പ്രേക്ഷകർക്ക് അത് ഫീമെയിലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ അന്നത്തെ കാലത്ത് താടി വെച്ച് കളിച്ചാലും ജനം അംഗീകരിക്കും. ഇന്ന് കറക്റ്റ് ഫീമെയിലായിട്ടോ. അപ്പോൾ ഈ സുദർശനൻ ഈ പറഞ്ഞ പാഞ്ചാലി വസ്ത്രക്ഷേപത്തിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നല്ല പൊക്കമുള്ള സ്റ്റേജാണ്, അത്യാവശ്യം ഹൈറ്റുള്ള സ്റ്റേജാണ്, ഓഡിയൻസ് നല്ല നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സൈഡിൽ ഒരു കാറ് നിർത്തിയിട്ടുണ്ട് ഈ സ്റ്റേജിൻ്റെ സൈഡിൽ. അപ്പോൾ ഈ പിന്നെ വസ്ത്രം ഉരിയുന്നത് കറങ്ങണം. പക്ഷേ ഇവന് ഈ ചെറിയ എന്തോ തല കറക്കം പോലെ വന്നു. ഈ 2-3 കറക്കം കറങ്ങി കഴിഞ്ഞു. അപ്പോൾ കോമഡിക്ക് കൂടുതൽ ജനം ചിരിക്കാൻ വേണ്ടി ഇത് ഉരിഞ്ഞിട്ടും ഈ സാരി വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടും പുള്ളി തലേനെ കറങ്ങുന്നുണ്ട്. ഈ ചെറ്റ വെറുതെ കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നതല്ലേ, ഒടിച്ച് തെറിച്ച് അപ്പുറത്ത് വീണ്. അപ്പുറത്തൊരാൾ കാറിനകത്തിരുന്ന് ഫോൺ ചെയ്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നേരെ അലച്ചില്ല പുള്ളിയുടെ കാറിൻ്റെ പുറത്തോട്ട്. ആ കാറില്ലായിരുന്നെങ്കിൽ സുദർശൻ ഈ ഭൂമി കാണത്തില്ലെന്ന്. വേറൊന്നുമല്ല, അതിൻ്റെ താഴത്ത് കല്ലുമൊക്കെ കിടക്കുകയല്ലേ, നേരെ താഴത്തോട്ട് ആ കാറ് തൊട്ടപ്പുറത്ത് കിടന്നുകൊണ്ട് ആ സ്റ്റേജിൻ്റെ പകുതിക്ക് ആൾ വീണു. അപ്പം നോക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര ചിരി. കാരണം ഇപ്പുറത്തോട്ട് ഓഡിയൻസ് നോക്കുമ്പോൾ എന്താണ് ചെറ്റയും പൊളിച്ച് വീണാന്നാണ്. പക്ഷേ സുദർശൻ അവിടെ നിന്ന് സുദർശനം എടുത്തുകൊണ്ട് നേരെ ആശുപത്രി പോകുമായിരുന്നു, പാഞ്ചാലി എടുത്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേജിലുണ്ടായിട്ടിരിക്കുന്ന കൊച്ചു തമാശകളും വലിയ തമാശകളായിട്ട് ഒത്തിരി തമാശകൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഷോസ് വെക്കാൻ പാടില്ല ഈ അമ്പലങ്ങളിലും പള്ളികളിലും. വെക്കാൻ പാടില്ലെന്നല്ല, മൈക്ക്. അതെ. അപ്പോൾ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നത്? ഈ സ്റ്റേജ് ഷോസിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടല്ലോ കലാകാരന്മാര്. പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിന്റെ തന്നെ ഒരു സാംസ്കാരിക ചരിത്രം ഒരു ഗവൺമെന്റിനെ തന്നെ സൃഷ്ടിച്ചത് കലാകാരന്മാരാണ്. KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും അതുപോലുള്ള നാടകങ്ങളും സാംബശിവ സാറിൻ്റെയും കടാമംഗലത്തിൻ്റെയും കഥാപ്രസംഗങ്ങൾ കേട്ടാണ് ഒരു കാലത്ത് ഒരു സാംസ്കാരിക വിപ്ലവം തന്നെ ഉണ്ടായ ഒരു ഗവൺമെന്റ് തന്നെ ഉണ്ടായ സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കലാകാരന്മാരുടെ പ്രാധാന്യം സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കരുതാൻ സാധിക്കില്ല. നമ്മൾ പണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട്, കലയും സംസ്കാരമില്ലാത്ത ലോകം എന്ന് പറയുന്ന ഇരുണ്ട യുഗമാണ്. നമ്മൾ ആലോചിക്കും, നമ്മുടെ നാട്ടിൻപുറത്തൊരു ഉത്സവമുണ്ട്, ഒരു ആഘോഷമുണ്ട്, ക്ലബിൻ്റെ പരിപാടിയുണ്ട്, നമ്മൾ കുടുംബമായിട്ട് പോകുന്നു, സന്തോഷിക്കുന്നു, ജാതിയും മതവും പല വിഭാഗക്കാരെല്ലാം ഒന്നിച്ചു വന്നിട്ട് സന്തോഷിക്കുന്നു. ഇങ്ങനൊരു കാലം ഇല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇരുണ്ട യുഗത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. ഈ 10 മണി മയക്കും നിരോധനം എന്ന് പറഞ്ഞാൽ കോടതിയുടെയാണ്, നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം കോടതി തീരുമാനം. പക്ഷേ ഈ 10 മണിക്ക് മൈക്ക് നിരോധിച്ചുകൊണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും. കാരണം മറ്റു 2 പരിപാടികളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ 10 മണിക്ക് മുമ്പാണെങ്കിലും മൈക്കിൻ്റെ സൗണ്ട് തന്നെയാണ് കേൾക്കുന്നത്. പിന്നെ ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കുന്ന വിഷയമാണെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും ഈ മദ്യപിച്ചുകൊണ്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ മദ്യമല്ല നിരോധിക്കേണ്ടത് ആദ്യമായിട്ട്. അതുമല്ല എന്നുണ്ടെങ്കിൽ മൈക്ക് വെക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് ഒതുങ്ങിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയം പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് കുറച്ച് വെച്ച് നടത്താനുള്ള ഒരു സംവിധാനം ചെയ്തു തരണമെന്നുള്ള വിനയമായ അഭ്യർത്ഥനയുണ്ട്. കാരണം ഒത്തിരി കലാകാരന്മാരെ എനിക്കറിയാം. ഞാൻ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലും കലാകാരന്മാരെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദകലാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഘടനയുടെ ചെയർമാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കലാകാരന്മാരെ കഴിഞ്ഞ ആ കൊറോണയ്ക്ക് ശേഷം തന്നെ എത്രയോ ഇതിന്റെ മൈക്ക് സെറ്റിന്റെ ഉടമസ്ഥ ആത്മഹത്യ ചെയ്തെന്ന് അറിയും. കാരണം ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് അടുത്ത സീസൺ സ്വപ്നം കണ്ട് കഴിഞ്ഞവരാണ്. അത് കഴിഞ്ഞ് ഒന്ന് ജീവിതം പച്ച പിടിച്ച് വരുന്ന സമയത്താണ് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു മൈക്ക് നിരോധനം വരുന്നത്. ഈ മൈക്ക് നിരോധനം വന്ന പിന്നെ 2 പരിപാടി വെക്കുന്നിടത്ത് ഒറ്റ പരിപാടിയായിട്ട് ചുരുങ്ങി ആ ഒരു പരിപാടി പോലും നടത്താൻ പല സ്ഥലങ്ങളിലും നാടകങ്ങളൊക്കെ പകുതിക്ക്. ഇപ്പം നമുക്ക് പോലീസുകാരെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഓർഡറാണ്. അവർ വന്ന് നിർത്തുന്ന പറഞ്ഞാൽ അവരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നിയമം നടപ്പിലാക്കേണ്ടവരാണ്, ഈ നാട്ടിലെ ക്രമസമാധാനപാലനം നടത്തേണ്ടവരാണ്. നമുക്കൊന്നും പറയാൻ പറ്റാതെ കലാകാരന്മാർ നിസ്സഹായർ നിൽക്കുകയാണ്. എന്ത് ചെയ്യും? മുന്നോട്ടുള്ള യാത്ര വളരെ അപൂർവം പേർക്ക് പ്രോഗ്രാം കിട്ടുന്നുണ്ട്. അത് എല്ലാവർക്കും കിട്ടണമെന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ നല്ല രീതിയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപ മുടക്കി അവതരിപ്പിക്കുന്ന നാടകങ്ങൾ, കഥാപ്രസംഗം, മിമിക്സ് പരേഡ്, അങ്ങനെയുള്ള ഇത്രയും എല്ലാ കലാരൂപങ്ങളും, ഈ കലാരൂപങ്ങൾക്കെല്ലാം നിശ്ചലരായിട്ട് പല ജീവിതങ്ങളും. കാരണം ഒരു കലാകാരൻ അടുത്ത ഇങ്ങനൊരു നിരോധനം മൂലം
പെട്ടെന്നൊരു മറ്റു തൊഴിലേക്ക് പോകാൻ ചിലരൊക്കെ കമന്റ് ഇടും. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ മയക്ക് നിരോധനം പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഇടുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കമന്റ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ കമന്റ്? അതിനൊക്കെ വേറെ ജോലിക്ക് പോയിക്കൂടെ? പക്ഷെ പണിക്ക് പോകാൻ എല്ലാവരും തയ്യാറാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു കലാകാരൻ എന്ത് ജോലി കണ്ടുപിടിക്കും ഒരു ദിവസം, അത് ഒന്ന് അഥവാ മറ്റൊരു ജോലി കണ്ടുപിടിച്ച് ഇവൻ തൻ്റെ ജീവിതവും കുടുംബവും ഒന്ന് രക്ഷപ്പെടുത്തി വരുന്നത് എത്ര നാളെടുക്കും? ജോലിക്ക് പോകാൻ ആർക്കും മടിയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ഒത്തിരി പേര് പട്ടിണിയിലായിട്ടുണ്ട്, അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും അത് ഒന്ന് പുനഃപരിശോധിക്കണം, കലാകാരന്മാരെ സഹായിക്കണമെന്ന വിനയപൂർവമായ അഭ്യർത്ഥന നിയമവ്യവസ്ഥയോട് യാചിക്കുകയാണ്. നമുക്കത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഈ മിമിക്രി ഒക്കെ പണ്ട് മുതലുള്ളതാണെങ്കിലും ഇപ്പോഴാണ് കേരള സംഗീത നാടക അക്കാദമി അത് ഒരു കലയായിട്ട് അംഗീകരിച്ചത് അല്ലെ? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? കലയായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണയുണ്ട്. അത് ഏതൊരു കലാരൂപവും. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇപ്പം നാടകമാണെങ്കിലും മിമിക്സ് ആണെങ്കിലും കഥാപ്രസംഗമാണെങ്കിലും ഓട്ടംതുള്ളലാണെങ്കിലും കഥകളിയാണെങ്കിലും ഏത് കലാരൂപങ്ങളാണെങ്കിലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ അംഗീകാരം എന്ന് പറയും. അതിനുശേഷമുള്ള എന്ത് അംഗീകാരം കിട്ടുക എന്ന് പറയും. നമുക്കറിയാം, സംസ്ഥാന അവാർഡ് കിട്ടിയ പല ആൾക്കാരുണ്ട്. പലരും ചിത്രങ്ങളിൽ പോലും ഇല്ല, ചിലരൊക്കെ സജീവമായിട്ടും പോകുന്നുണ്ട്. ചിത്രങ്ങളിൽ എന്തുകൊണ്ടാണെന്ന് നമുക്ക് സജീവമായിട്ട് നിൽക്കാനുള്ള ആ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കലാകാരന്റെ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സംഗീത നാടക അക്കാദമി ഇപ്പോൾ ഇങ്ങനൊരു ബോധോദയം ഉണ്ടായത് എന്താ അവർക്ക് ചിന്തിക്കാൻ ആ സമയത്ത് തോന്നിയെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഇത് ഇപ്പോഴെങ്ങനല്ല. ഞാൻ മിമിക്രി എന്ന് പറയുന്നത് മോശം കലയാണ്, ജനങ്ങളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് മോശം കലയാണ്. ഞാൻ മുമ്പ് കഥാപ്രസംഗത്തെ പറഞ്ഞ പോലെ ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ഈ നമുക്കറിയാം കേരളത്തിൽ ഒത്തിരി അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ, നല്ല പ്രഗത്ഭരായ എത്രയോ കല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ അടുത്ത കാലത്ത് മഹേഷ് കുഞ്ഞുമോൻ ഇത്ര മനോഹരമായിട്ടൊരു താരത്തെയൊക്കെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. കണ്ണടച്ചെന്ന് കേട്ട് ഞാൻ താരം തന്നെ. അതൊരു അപാരമായ കഴിവല്ലേ അല്ലേ? കോട്ടയം നസീർ, മനോജ് ഗിന്നസ് ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ഇവരൊക്കെ. അങ്ങനെ എല്ലാവരുടെയും പേര് ഞാൻ പറയല്ല. അപ്പം അത്രയും ജനകീയമായ ഒരു കലയെ അംഗീകരിക്കാൻ ഇത്രയും കാലം താമസിച്ചത് സംഗീത നാടക അക്കാദമി ചെയ്ത തെറ്റാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും അംഗീകരിച്ചുള്ള സന്തോഷമുണ്ട്. അത് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച പുതിയ ഭരണസമിതിയോ ആരാന്ന് എനിക്കറിയില്ല, അവർ വന്നപ്പോൾ അവർക്കുണ്ടായ ചിന്തയിൽ നിന്നും ഉണ്ടായതായിരിക്കാം ഇങ്ങനെ ഒരു ബോധോദയം. നാടൻ പാട്ടുകള് പാരഡി ആയിട്ട് പാടാറില്ലേ? പാടിയിട്ടുണ്ട്. ഒരു പാട്ട് അതുകൊണ്ട് ഈ പഴയ കാലത്തൊരു നാടൻ പാട്ടുണ്ട്. അത് ഞാനത് ജഗദീഷ് ശ്രീകുമാർ സാറിന്റെ ദേ മാവേലി വന്താച്ചെന്ന കാസറ്റിന് വേണ്ടി ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടെ ഒരു സ്ഥലത്തിരുന്ന് എഴുതിയ പാട്ടാണ്. അത് എൻ്റെ അച്ഛൻ പാടിയൊരു നാടൻ പാട്ടുണ്ട്. പണ്ടും ഞങ്ങള് മാക്രികള് മഴ പെയ്യുമ്പം ഞങ്ങള് കൂവണതാ. ഇപ്പം ഞങ്ങൾ എന്ന് പറയുന്ന ഒറിജിനൽ പാട്ടുണ്ട്, അത് ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടാണ്. ഇതിനെ ഒന്ന് മറച്ചിട്ട് ഞാൻ പാടിയതാണ്. കാരണം കാലം കലികാലമാണ്. മനുഷ്യനോടെന്ന പോലെ തന്നെ മൃഗങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അതിൽ മനം നന്തൊരു തവള, നമ്മുടെ ഇവിടെയൊക്കെ എന്താ പറയുന്നത്, മാക്രി എന്നാണ്. മാക്രി എന്നാണ് പറയുന്നത്. മാക്രി അപ്പൊ ആ ജീവി മനുഷ്യരായ നമ്മളോട് തന്റെ ജീവിതകഥ ദുഃഖകഥ പറയുന്ന ഒരു നാടൻ പാട്ടാണ്. പണ്ടും ഞങ്ങള് മാക്രികള് മഴ പെയ്യുമ്പോ ഞങ്ങള് കൂവണതാ. ഇപ്പം ഞങ്ങള് മാക്രികള് മഴ പെയ്യുമ്പോ ഞങ്ങള് കൂവണില്ല. പണ്ടും ഞങ്ങള് മാക്രികൾ മഴ പെയ്യുമ്പോ ഞങ്ങള് കൂവണതാ. മിന്നല് പോലൊരു കൈ വന്ന് എൻ്റെ പിള്ളേരടച്ചനെ ചാക്കിലാക്കി, എൻ്റെ പിള്ളേരടച്ചനെ ചാക്കിലാക്കി. എൻ്റെയും പിള്ളേരും കാര്യങ്ങൾ ഓർക്കുമ്പം ചാക്കി കിടന്നൊരു ചാട്ടം ചാടും. എൻ്റെയും പിള്ളേരും കാര്യങ്ങൾ ഓർക്കുമ്പം ചാക്കി കിടന്നൊരു ചാട്ടം ചാടും. പണ്ടും ഞങ്ങള് മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങള് കൂവണതാ. ഇപ്പം ഞങ്ങള് മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങള് കൂവണില്ല. പണ്ടും ഞങ്ങള് മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങള് കൂവണതാ. മെഡിക്കൽ കോളേജിലെ പിള്ളേരെല്ലാം കൂടി ഞങ്ങളെ കീറി മുറിക്കുമല്ലോ. അയ്യോ വയറൊന്ന് കീറി പഠിക്കുമല്ലോ. മെഡിക്കൽ കോളേജിലെ പിള്ളേരെല്ലാം കൂടി ഞങ്ങളെ കീറി മുറിക്കുമല്ലോ. അയ്യോ വയറൊന്ന് കീറി പഠിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഗ്ലാമറെല്ലാം ഒന്നൊന്നായി ഇന്നു നശിക്കയല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഗ്ലാമറെല്ലാം ഒന്നൊന്നായി ഇന്നു നശിക്കയല്ലോ. പണ്ടും ഞങ്ങള് മാക്രികള് മഴ പെയ്യുമ്പം ഞങ്ങള് കൂവണതാ. ഇപ്പം ഞങ്ങള് മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങള് കൂവണില്ല. വാണ്ടു ഞങ്ങള് മാക്രികൾ മഴ പെയ്യുമ്പോ ഞങ്ങള് കൂവണതാ. കർക്കിടക്കാലത്ത് ഞങ്ങളെല്ലാം കൂടി നാഷണൽ ഹൈവേ ക്രോസ് ചെയ്യും. മാക്രി കുഞ്ഞുങ്ങളുമായി ക്രോസ് ചെയ്യും. കർക്കിടക്കാലത്ത് ഞങ്ങളെല്ലാം കൂടി നാഷണൽ ഹൈവേ ക്രോസ് ചെയ്യും. മാക്രി കുഞ്ഞുങ്ങളുമായി ക്രോസ് ചെയ്യും. ഭാഷയറിയാത്ത പാണ്ടി ലോറിക്കാർ ടപ്പേന്ന് പൊട്ടിച്ചിട്ട് ഓടിപ്പോകും. ആ പോട്ടണ ടൈമിൽ കാറ്റും പോകും. വാണ്ടു ഞങ്ങള് മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങള് കൂവണതാ. ഇപ്പം ഞങ്ങള് മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങള് കൂവണില്ല. വാണ്ടു ഞങ്ങള് മാക്രികൾ മഴ പെയ്യുമ്പോ ഞങ്ങൾ കൂവണതാ.
ഫോറിൻ രാജ്യങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോയി എണ്ണയിൽ നിർത്തി പൊരിക്കുമല്ലോ, അയ്യോ ഫ്രൈ ഒന്ന് വെച്ചു കഴിക്കുമല്ലോ. ഫോറിൻ രാജ്യങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോയി എണ്ണയിൽ നിർത്തി പൊരിക്കുമല്ലോ, അയ്യോ ഫ്രൈ ഒന്ന് വെച്ചു കഴിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ വംശമെല്ലാം ഒന്നായി ഇന്നു നശിക്കയല്ലോ, അങ്ങനെ ഞങ്ങളുടെ വംശമെല്ലാം ഒന്നായി ഇന്നു നശിക്കയല്ലോ. വാണ്ടു ഞങ്ങളും ആക്രികൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ കൂവണത, ഇപ്പം ഞങ്ങളും ആക്രികൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ കൂവണില്ല. പണ്ടു ഞങ്ങളും ആക്രികൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ കൂവണത, ഇപ്പം ഞങ്ങളും ആക്രികൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ കൂവണില്ല. ഇത് സത്യത്തിൽ മൃഗങ്ങളാണ്, അല്ല ഒരു ജീവിയാണെന്ന് പറഞ്ഞാലും നമ്മൾ സഹജീവികളോട് ഞാനതാ മുമ്പ് പറഞ്ഞത്, സ്റ്റേജിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ ഒരു പാട്ടിൽ പോലും ഒരു മെസ്സേജ് വരും, നമ്മൾ സഹജീവികളോട് ഉപദ്രവിക്കരുത്. ഒരു മൃഗമാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ദ്രോഹം അത് ആ ജീവിയിലൂടെ പറയുന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പം അതിൽ തന്നെ ഒരു മെസ്സേജ് ആ പാട്ട്, അതിലൊരു നർമ്മം ഉണ്ടെങ്കിൽ പോലും അതിലൊരു മെസ്സേജ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്റ്റേജ് ഏതാണ്? മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരന്റെ, ഞാൻ മാത്രമല്ല കലാകാരന്റെ ജീവിതം മുഴുവൻ മറക്കാൻ പറ്റാത്തതാണ്. മറക്കാൻ പറ്റാത്തതായിരിക്കും. എങ്കിലും എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, അമ്പലപ്പുഴ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു SNDP ശാഖായോഗത്തിൻ്റെ സ്റ്റേജുണ്ട്. ആ സ്റ്റേജിൽ പെട്ടെന്ന് വേറെ ഏതൊരു പ്രോഗ്രാം ബുക്ക് ചെയ്തിരുന്നുണ്ട്. തലേ ദിവസം വിളിച്ച് പറയുന്നു, നിങ്ങൾക്ക് മിമിക്സ് കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കളിക്കാം, നമുക്കില്ല തൊട്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടല്ലേ. അങ്ങനെ പ്രോഗ്രാം കളിക്കാൻ തീരും. പക്ഷേ അന്ന് മിമിക്സ് ഗാനമേളയുള്ള സമയമാണ്. മിമിക്സ് ഗാനമേളയിൽ സ്ട്രിങ്സ് വായിക്കുന്നത് എരുമേലുള്ള ഒരു വിനോദ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ്. അന്നത്തെ കാലത്ത് അവന് ഫോണില്ല. അപ്പോൾ അടുത്തൊരു വീട്ടിൽ ലാൻഡ് ഫോൺ വിളിച്ചിട്ടും ആളെ കിട്ടുന്നില്ല. വെച്ചാൽ ഇവിടെ കണ്ടായിരുന്നു, പിന്നെ ആളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പ്രോഗ്രാം കളിക്കണം. 8 മണിക്ക് പ്രോഗ്രാമാണ്. അപ്പോൾ അനിയൻ മനോജ് പറഞ്ഞു, ഞാൻ എന്നാൽ പോയി പിന്നെ എരുമേലി അന്ന് ബൈക്കാണ്, ഇവന് ബൈക്ക് ക്രൈസാണ് അനിയനും. എവിടെ പരിപാടിക്ക് എത്ര ദൂരം 500 കിലോമീറ്റർ ബൈക്കേ പൊക്കോളൂ. അപ്പം പറഞ്ഞു, അണ്ണൻ്റെ കാര്യം ചെയ്യും, നാളെ സൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെ പൊക്കോ, ഞാൻ വിനോദിനെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. ബൈക്കേ പോയി 6:30 7 മണിയായി, തലേ ദിവസമായി. രാവിലെ എരുമേലിക്ക് പോയത്. അന്നവർക്ക് എത്രയും ദൂരം ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകുമ്പോൾ അന്നത്തെ കാലത്തെ കലാകാരന്മാരുടെ ഒരു കഷ്ടപ്പാട് പറയും. അവിടെ പോയി വിനോദിനെ വിളിക്കാൻ പോയി, വിനോദിനെ കാണുന്നില്ല. 7 മണി കഴിഞ്ഞു. 7 മണി കഴിഞ്ഞപ്പോൾ ടെൻഷൻ തുടങ്ങി. കാരണം ജനം വന്ന് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവരെ കാണുന്നില്ല. 7:30 8 മണിയായിട്ടും കാണുന്നില്ല. അപ്പോൾ സംഘാടകർ പതിയെ വന്ന് പറയാൻ തുടങ്ങി, പരിപാടി 8 മണിക്ക് തന്നെ നടത്തണം. ഞാൻ പറഞ്ഞു, ഇതുപോലെ മനോജ് വരാനുണ്ട്, ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വരാനുണ്ട്. അന്ന് പിന്നെ മൊബൈൽ ഉള്ള സമയമല്ല, മനോജിന് മൊബൈലും ഇല്ല. പിന്നെ കിട്ടുന്നത് ഈ എരുമേലിയിലെ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അത് അടുത്ത വീട്ടിലെ PP ആണ്. അപ്പോൾ എന്തായാലും 8:30 9 മണിയായി. അപ്പോൾ ആകെപ്പാടെ ടെൻഷൻ, ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കാൻ തുടങ്ങി. പരിപാടി നടക്കോ ഇല്ലെന്ന് സംശയമായി. ആ സമയത്തൊരു ബൈക്ക് അടിച്ച് കത്തിച്ച് പോരുവാണ്. ഒന്ന് ചവിട്ട് നിർത്തും. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുമ്പോൾ കണ്ണിൽ വെള്ളം നിറയും. കാരണം 2 പേര് ചോരയെ കുളിച്ച് തലയെല്ലാം പൊട്ടി, തലയിലൊക്കെ എന്തൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. വരുന്ന വഴി ബൈക്ക് സ്ലിപ്പായി, ബൈക്ക് ഒരു മതിലിടിച്ച് തലയിൽ വീണ് ഈ പറയുന്ന വിനോദിൻ്റെ കൈയും കാലും എല്ലാം പൊട്ടിയിരിക്കുന്നു. മൊത്തം ഒരഞ്ഞ് കീറുന്ന ആശയിരിക്കുന്നു. മനോജ് തലയിൽ കിട. അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി അവർ അഡ്മിറ്റ് ചെയ്ത്, അവർ കിടക്കണമെന്ന് പറഞ്ഞിട്ട് മനോജ് പറഞ്ഞല്ല, ഞങ്ങളെയും കാത്ത് അത്രയും ആർട്ടിസ്റ്റുകൾ അവിടെ ഇരിക്കുകയാണ്, കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ പോയി അഡ്മിറ്റ് ആക്കുന്നു. ആ രക്തത്തിൽ കുളിച്ച് അവിടെ വന്നു. ആ സംഘാടകർ അവസാനം പറഞ്ഞു, വേണ്ട മനോജ്, പരിപാടി നടത്തണ്ട, കാരണം അത്രയ്ക്ക് ബ്ലഡ് ഒഴുകുന്നുണ്ട്. അല്ല, ഞാൻ ഇത്രയും ദൂരം വന്നല്ലേ, ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. പരിപാടി അങ്ങോട്ട് തുടങ്ങാൻ ഒരു സത്യം പറഞ്ഞാൽ എല്ലാവരും മിമിക്സ് ഗാനമേളയ്ക്ക് അനുജൻ നന്നായിട്ട് ഋതം വായിക്കും, ഈ കണ്ട നാളുകളുണ്ട്. വിനോദ് സ്ട്രിങ്സും വായിക്കണം. 2 പേരും ബ്ലഡ്, ശരീരം ഈ പറയുന്ന ഷർട്ടെല്ലാം മാറി വേറെ ഷർട്ട് കൊടുത്തു. എന്നിട്ടും ഇല്ല കൂടെ ബ്ലഡ് വീഴുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല, മിമിക്സ് ഗാനമേള അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മനോജ് തലയിറങ്ങി സ്റ്റേജിലേക്ക് വീഴുക. അവിടുന്ന് ഈ 2 പേരും കൊണ്ട് അവിടെ ഒരു മാത്തേരി എന്നൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ സ്റ്റേജിൽ നിന്ന് അഡ്മിറ്റ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഒരു കലയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ ഒരു ജീവിതയാത്രയിൽ ഈ കലയ്ക്ക് വേണ്ടി എത്ര കലാകാരന്മാർ, പ്രത്യേകിച്ച് ഞാനതൊക്കെ ഓർക്കുകയാണ്, എന്തുമാത്രം കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഇപ്പം ഇന്ന് ഇവിടെങ്കിലും വന്ന് പറഞ്ഞ് ഈ ഒരു മീഡിയയുടെ മുന്നിൽ ഇരിക്കാനുള്ളൊരു ഭാഗ്യം ദൈവം തന്നത്. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെയും അതിനുവേണ്ടി അർപ്പിച്ച മനോഭാവത്തിൻ്റെയും ഫലമായിരിക്കാം. അതൊരു ഇപ്പോഴും മറക്കാനാത്ത സംഭവം. ഞാൻ ഈ പറയുന്നതിനേക്കാളും തീവ്രമാണ് അന്നത്തെ അവസ്ഥ. ഞാനിപ്പോൾ വാക്കുകൾ കൊണ്ട് പറയുന്നില്ല, നേരിട്ട് അനുഭവിച്ചവർക്കറിയാം. ആ സംഘാടകർ വരെ പറഞ്ഞു, അത്രയും നേരം പരിപാടി നടത്തിയില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ സംഘാടകർ ഇവരുടെ അവസ്ഥ കണ്ടിട്ട് പരിപാടി അവതരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു ഈ പരുവത്തിൽ. പക്ഷേ
ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. ഒരു ഡെഡിക്കേഷൻ ആണത് തീർച്ചയായിട്ടും. ചെയ്യുന്ന ജോലിയോടുള്ള. അതെ. ഈ പറയുന്ന പോലെ സിനിമകള് ചെയ്തിട്ടുണ്ടല്ലോ, ഷോർട്ട് ഫിലിംസ്. ഈ മിമിക്രി, സ്റ്റേജ് ഷോ, ഫിലിം ഡയറക്ഷൻ, ഇതെല്ലാം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? ബാലൻസ് എന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ശരീരം മുഴുവൻ കലയാണല്ലോ, ഇതാണല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്ഷൻ സൈഡ് പണ്ടേ ഇഷ്ടമാണ്. സംവിധാന മേഖല, ഈ അഭിനയം ഇഷ്ടമാണ്, പക്ഷെ അതിൽ പടി എനിക്ക് സംവിധാനം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടോട്ട് ഈ ആക്ഷൻ കട്ടൊക്കെ കേട്ട് അപ്പോൾ ഞാൻ ചെയ്ത വർക്കുകൾ ഇല്ലാത്തവരുടെ വിരലടയാളം, ചക്കരവാവ, തീച്ചാമുണ്ടി, തിരികെ, അങ്ങനെ കുറേ ഷോർട്ട് ഫിലിംസ്. പക്ഷെ ആ ഷോർട്ട് ഫിലിംസ് കണ്ടവരോട് ചോദിച്ചാൽ ശരിക്കും ഒരു മൂവി പോലെ തന്നെ തീർച്ചയായിട്ടും ആ ചെയ്തിരിക്കുന്ന വർക്കുകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം അത്. രണ്ട്, ഇപ്പൊ ലാസ്റ്റ് തീച്ചാമുണ്ടി വരെ. തീച്ചാമുണ്ടി എന്ന് പറയുന്നത് ഞാൻ ഈ കൊറോണ സമയത്ത് എഴുതിയൊരു കഥയാണ്. അതൊരു വാരികയിൽ വന്ന കഥയാണ്, ഞാൻ തന്നെ എഴുതിയത്. ഈ മേക്കപ്പ്, അതായത് നമ്മൾ ഉപയോഗിച്ചിരുന്ന കലാകാരന്മാർ എത്രയോ വർഷങ്ങളായിട്ട്, ഇപ്പൊ എന്റെ കൂടെ തന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്ത് എന്റെ പാൻ കേക്ക്, വിഗ്, പരിപാടിക്കുണ്ട്. പക്ഷെ കൊറോണ സമയത്ത് നമ്മളെല്ലാം നിശ്ചലരായിട്ട് നമ്മുടെ ഈ ബാഗ് വീടിന്റെ മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഒരു ദിവസം എന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ ആ ബാഗ് ഒന്ന് മാറ്റി. അപ്പം 2-3 വർഷം പരിപാടിയൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. ആ ബാഗ് ഒന്ന് മാറ്റി, വീടൊന്ന് കഴുകി വൃത്തിയാക്കാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ബാഗ് എടുത്ത് മാറ്റിയ സമയത്ത് ആ ബാഗെല്ലാം പൊടി പിടിച്ച് നാശമായി. ഞാൻ ആ സിബ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ പാൻ കേക്ക് ഉണങ്ങി പൊടിഞ്ഞ് ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞ അവസ്ഥയിലിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കഥയാണ് എൻ്റെ ബാഗ്. അതായത് വർഷങ്ങളായിട്ട് ഉത്സവപ്പറമ്പുകളിലും ഒക്കെ എന്നോടൊപ്പം സഞ്ചരിച്ച എൻ്റെ ബാഗ്, എൻ്റെ മേക്കപ്പ്, എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂംസ്, ഇതെല്ലാം നിശ്ചലമായിരുന്നു, മരണാവസ്ഥയിലിരിക്കുകയാണ്. ആ മേക്കപ്പ് എന്നോട് അതിൻ്റെ വിഷമം പറയുന്നൊരു കഥയാണ്. അവസാനം അത് കഥ ജോബ് ജോസഫ് എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, എൻ്റെ എല്ലാ വർക്കുകൾക്കും സ്ക്രീൻ പ്ലേ എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ട് സ്ക്രീൻ പ്ലേ എഴുതിച്ചു. ഞങ്ങൾ ചെയ്ത വർക്കാണ് തീച്ചാമുണ്ടി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ നിരവധി മേളകളിൽ കുറെ ഇപ്പോഴും പല കൺട്രീസിലും ആ മത്സരത്തിന് തീച്ചാമുണ്ടിക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. പുതിയൊരു പ്രൊജക്ട്, പുതിയൊരു ഫിലിം. അത് വിനയ് സാറിന്റെ മകൻ വിഷ്ണു വിനയ്, അദ്ദേഹമാണ് വന്ന് വിളക്ക് കൊളുത്തിയത്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ശാരീരികമായ അസ്വസ്ഥത വന്നായിരുന്നു. ഇപ്പം ഞാൻ അതിനൊക്കെ റിക്കവർ ചെയ്തു. അപ്പോൾ അന്ന് വന്ന സമയത്തൊന്ന് പെൻഡിങ് ആയി വന്നു. വീണ്ടും ഇപ്പം അതിൻ്റെ സ്ക്രിപ്റ്റിന്റെ ക്ലൈമാക്സ് നിൽക്കുന്നു. 2025 ആ ഫിലിം പ്രതീക്ഷിക്കാം. ഈ ഓഡിയൻസിനെ എങ്ങനെ കയ്യിലെടുക്കുക, എന്തെങ്കിലും ടിപ്സ്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വർഷവും പരിപാടി അവതരിപ്പിക്കും എന്തെങ്കിലും ഒരു ട്രിക്ക് നമ്മൾ പ്രയോഗിക്കും. ആ ട്രിക്കിലാണ് പരിപാടിയിൽ ആൾക്കാർ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും തങ്ങിയിരിക്കണം. അത് അവർ അവതരിപ്പിച്ചാൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം പണ്ട് ഞാൻ ഒരു വർഷം ചെയ്ത സംഭവം, ഞാനും അനുജനും മനോജും കൂടെ സ്റ്റേജിലേക്ക് കയറി വരുന്നു. അപ്പം ചേട്ടനും അനുജനാണ്, സയാമീസ് ഇരട്ടകൾ എന്നാണ് പരിപാടിയുടെ പേര്. അപ്പോൾ ഞങ്ങൾ കയറി വരുന്നു. എന്താ പേരെന്താ? മനോജ് പറയും. മനോജ്. സ്ഥലം എവിടെ? പുന്നപ്ര. അച്ഛൻ്റെ പേരെന്താ? NVK അറവുകാട്. അമ്മയുടെ പേര് ലക്ഷ്മി. താങ്കളുടെ പേര്? മനോജ്, പുന്നപ്ര. അനുജ, ചേട്ടാ എന്ന് പറഞ്ഞ പഴയ സിനിമയിലൊക്കെ കാണിക്കത്തില്ലേ, ഞങ്ങളുണ്ട് കേട്ടോ. അനുജ ചേട്ടാ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അനൗൺസ്മെന്റ് വീഴും, സയാമീസ് ഇരട്ടകൾ, മധു പുന്നപ്ര, മനോജ് പുന്നപ്ര. ഇതൊരു അവതരണ വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ എന്നാൽ പോലും ഒരു ട്രിക്കാണ്. പിന്നെ അതിനുശേഷം അടുത്ത വർഷമാണ് ഞങ്ങൾ ഈ സിനിമാ താരങ്ങളെ വെച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുകൂടെ കയറി വരും. കയറി വന്നിട്ട് അത് ഈ അടുത്ത കാലത്ത് ഞാനൊരു ചാനലും ചെയ്തായിരുന്നു. ചാനലിൽ ജഡ്ജസിൻ്റെ ഒക്കെ ഒന്നും പറഞ്ഞില്ല, വിധികർത്താക്കളായിരിക്കുന്നവരെ ഒന്ന് എണീറ്റിരിക്കണം, നമുക്ക് ഞങ്ങൾ എന്ത് പരിപാടി ചെയ്താലും ഒരു ചെറിയൊരു പ്രാർത്ഥനയോട് കൂടെ തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്നോടനെ ഞങ്ങളും കൈകൂപ്പി നിന്നു. ജഗതീഷു മുഖേഷു ഗണേഷു രതീഷു സുധീഷു മഹേഷു ദിലീപ് വിനീത് സുകുമാരി ഫിലോമിന ശോഭന പാർവതി മാധവി രേവതി മഞ്ജു വാര്യർ മണിയൻ പിള്ള രാജു മനോജ് കജയൻ ജഗതീഷ് ശ്രീകുമാർ ജഗന്നാഥ വർമ്മ തിലകൻ മുരളീദേവൻ ശങ്കരടി ഹരിശ്രീ അശോകൻ കുതിരോട്ടം പപ്പു ബിജു മേനോൻ ജനാർദ്ദനൻ ശ്രീനിവാസൻ നൊടുവിൽ ഉണ്ണികൃഷ്ണൻ സുരേഷ് ഗോപി സിദ്ദിഖ് സാദിഖ് ജയറാം ബൈജു കുഞ്ചാക്കോ ബോബൻ എന്ന് പറയും. ഈ ഓഡിയൻസിന് പ്രാർത്ഥനയോട് കൂടിയാ തുടങ്ങുന്ന പറയുമ്പോൾ ആരാണെങ്കിലും എണീറ്റ് പോകില്ലോ, എല്ലാവരും എണീറ്റിരിക്കും. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ അതൊന്ന് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് സംഘാടകർ പറഞ്ഞു ഒന്ന് അവതരിപ്പിച്ചേക്കണമെന്ന്. അപ്പം നമ്മളിത് പറയുമ്പോൾ ചിലരൊക്കെ എണീറ്റ് കണ്ണടച്ച് ഭയങ്കര പ്രാർത്ഥന വെക്കുമ്പോഴാണ് ജഗദീഷ് മുകേഷ് ഗണേഷ് ഇത് ഏത് ദൈവം ഒറ്റ ഇരിപ്പ് പടപടപടപടാന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഫേസിൽ നോക്കാതെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അമ്പലത്തിൽ രാവിലെ അതുകൊണ്ടാണ് ഈ 1 മിനിറ്റ് ആൾക്കാർ കണ്ണട ചെയ്യിക്കുന്നത്. കാരണം അതാണെന്നൊരു തോന്നലുണ്ടാവും. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിന് മാറ്റം ഉണ്ടല്ലോ. ഞാൻ ഈ കൊല്ലത്ത് പറയുമ്പോൾ ഇപ്പോഴും ഓർക്കും ശരി. കാരണം വലിയ കുറേ വർഷം മുമ്പ് കളക്ടറൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാവരും നല്ല VVIPs ഒരു വലിയ പരിപാടിയാണ്.
അപ്പോൾ ആൾക്കാരെ ഒന്ന് എണീപ്പിട്ട് ഇതൊക്കെ ഒരു തമാശയ്ക്ക് ചെയ്യുന്നതാണ്. ഇതൊരു പ്രത്യേകിച്ചൊരു ഇതൊന്നും അങ്ങനെയൊന്നും കണക്കൂട്ടണം. ഇതൊരു തമാശയ്ക്ക് കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നത്. ഞാനന്ന് പരിപാടി വരുമ്പോൾ രഞ്ജിത്ത് ചെങ്ങമനാട് എന്ന് പറയുന്ന ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. ഞാൻ പറഞ്ഞു ഇരിക്കുന്നതെല്ലാം VVIPകൾ, അവരൊക്കെ എണീറ്റിരുന്ന മണ്ടത്തരല്ലേ, കളക്ടറും അവരൊക്കെ അല്ലേ ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല, ഇത് തമാശയുടെ എടുത്തോളൂ, SP അവരൊക്കെ ഇരിക്കുമല്ലോ, എല്ലാം ഇരിക്കുന്ന അങ്ങനത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് മിമിക്സ് ആരംഭിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് ഇപ്പം എല്ലാവരും എണീറ്റ് ടൈയും കോട്ടിട്ട് ആൾക്കാരും എല്ലാവരും മുടിയോണൊക്കെ ഇരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ജഗദീഷ് മുകേഷ് ഗണേഷ് രതീഷ്. ഇപ്പം ഈ SP ഒക്കെ എങ്ങനെ ഇവരൊക്കെ അവരെല്ലാം കൂടി, കാരണം എണീപ്പിച്ച് നമ്മളെ പറ്റിച്ചല്ലേ, എല്ലാവരും എണീറ്റങ്ങ് നിൽക്കുക. പിന്നെ കുറേ കഴിയുമ്പോൾ ചിലരൊക്കെ നമ്മൾ ഈ സാധാരണക്കാരിക്കും അവരൊക്കെ ഇങ്ങനെ പതിയൊക്കെ ഇതൊന്നും പറ്റാത്ത കണക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഇവിടെ എല്ലാവരും ഇരുന്ന്. അത് കഴിഞ്ഞപ്പം ഒരു നിയമപാലകൻ എൻ്റെ അടുക്ക സൈഡ് വന്നിട്ട് പറഞ്ഞു, നല്ല പണിയായി ഇപ്പോൾ കാണിച്ചിട്ട്, നിന്നെ കാണാമെന്ന് പറഞ്ഞിരിക്കുക പുള്ളിക്കാരൻ, എൻ്റെ ചെവി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സാറിനോടൊന്ന് പറഞ്ഞേക്കൊരു തമാശയ്ക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വന്ന് വളരെ തമാശയായിട്ട് തന്നെ എടുത്തു. പറഞ്ഞു ഇങ്ങനെ വേണം. അദ്ദേഹം പറഞ്ഞ് ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഒരു കോമഡിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്തതെന്ന് മനസ്സിലായി, അതൊന്നും പ്രശ്നമില്ല, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അവരത് ആ ഉൾക്കൊണ്ടത് രീതി അതിനനുസരിച്ചാണ്, കുഴപ്പമില്ല, നമ്മൾ അതുപോലെ പ്രസന്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഓരോ വർഷം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഈ പരിപാടിയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കും. അങ്ങനെ ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു 10-35 വർഷമായിട്ടൊക്കെ ഒരു ട്രൂപ്പ് ഇത്രയും പേരെ മേയിച്ചുകൊണ്ടൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മുന്നോട്ട് പോയില്ല. അപ്പം ഇതുപോലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ, ഞാൻ വലിയ സംഭവമൊന്നും അല്ല കേട്ടോ, അപ്പോൾ ദൈവത്തോടത്ത് അങ്ങനെ ഒന്നും വിചാരിക്കരുത്, അങ്ങനെ ഇതായിട്ട് പറഞ്ഞതല്ല, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ജീവിച്ചു പോകാൻ കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് വലിയ ബംഗ്ലാവ് വെക്കണമെന്നോ ഒന്നും അങ്ങനെ ആയില്ല. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോടും പറയാറുണ്ട്, നമുക്ക് കല കൊണ്ട് ജീവിച്ചു പോകണം. അച്ഛൻ പറഞ്ഞിട്ടൊരു വാക്കുണ്ട്, നിങ്ങൾ കല കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരാകണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ കോടീശ്വരന്മാരാകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, കല കൊണ്ട് പട്ടിണി ഉണ്ടാകരുത്. ഞാൻ എൻ്റെ പ്രാർത്ഥന അതാണ്. നമുക്ക് കഴിക്കാൻ എന്തൊരു ഭക്ഷണം വേണം, കിടക്കാനൊരു ചെറിയ വീട് വേണം, നല്ലൊരു ഭാര്യയുണ്ട്, 2 നല്ല മക്കളുണ്ട്, ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ. അത് ദൈവം തരുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ കല ഒരു ഉപജീവന മാർഗമാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതങ്ങ് ഡൈജസ്റ്റ് ആവണമെന്നില്ല, ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. അല്ല, എനിക്ക് ഒരു ഗുണം കിട്ടിയ പുന്നപ്രയിലെ എൻ്റെ നാട്ടുകാർ ഇന്നും ഞാൻ കൂടുതലും പ്രഭാഷണങ്ങൾക്ക് പോകാറുണ്ട്. പ്രഭാഷണം മീൻസ് നർമ്മസല്ലാപത്തിന് പോകാറുണ്ട്. ആ നർമ്മസല്ലാപം ഇപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു വർഷം ഒരു 100 സ്റ്റേജെങ്കിലും പ്രസംഗത്തിനായിട്ട് ഞാൻ പോകാറുണ്ട്. പ്രസംഗം മീൻസ് ഒരു കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാനും, അല്ലെങ്കിൽ ആ വേദിയിൽ പിന്നെ മുഖ്യ അതിഥിയായിട്ടും. ഇപ്പം കഴിഞ്ഞ ദിവസം ചെമ്പ് വിജയോദയ സ്കൂള്, ഇന്നലെ വിദ്യാ പബ്ലിക് സ്കൂള്, കരുവാറ്റ, അങ്ങനെ എല്ലാ ദിവസങ്ങളിലും വിളിക്കാറുണ്ട്. ഞാൻ നർമ്മത്തിലൂടെ കുറേ കാര്യങ്ങൾ പറയും, അത്യാവശ്യം കുറേ പാട്ടുകളും ഒക്കെ പാടി എല്ലാത്ത കുട്ടികളെ എണീപ്പിച്ച് അവരെ ഒന്ന് എന്താ പറയുക ഊർജ്ജസ്വലരാക്കാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് കിട്ടുന്നത് ഇതുകൊണ്ടാണ്. കുറച്ച് അത്യാവശ്യം വായന ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇനി ഒരു ആർട്ടിസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പെർഫോമറായിട്ട് ചേട്ടന് സ്റ്റേജിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആഗ്രഹം, ഇന്ന ആളുടെ കൂടെ എനിക്ക് അഭിനയിക്കണം, പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ പറയുമ്പോൾ വിഷമം തോന്നും. കാരണം ഞങ്ങളെ വളരെ ചെറിയ പ്രായത്തിൽ അച്ഛൻ സംഘടിക്കൂ ശക്തരാകും അച്ഛൻ എഴുതിയ നാടകം, ഞാനും അനുജൻ മനോജും അച്ഛനും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പുന്നപ്ര UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജയൻ മുളങ്ങാട് എന്ന് പറയുന്ന ഒരു നിർമ്മാതാവുണ്ട്, നാട്ടുകാരനാണ് അദ്ദേഹം. ആ വേദിയിൽ പരിപാടി കഴിഞ്ഞപ്പോൾ അച്ഛനും മക്കളും എന്ന പേരിൽ ഞങ്ങൾക്ക് കൊണ്ട് മാലയിട്ടൊരു സന്ദർഭമുണ്ട്. അദ്ദേഹം ആ സമയത്തോടെ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. ഇപ്പം കുറേ വർഷങ്ങൾ കഴിഞ്ഞു എൻ്റെ മക്കളിപ്പോൾ എന്നോട് അഭിനയിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റേജിലും എൻ്റെ ഇളയ മകൻ മഹേശ്വർ വേദിയിൽ എന്നോടൊപ്പം പെർഫോം ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ പെർഫോം ചെയ്തു ആദ്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കോമഡി സ്കിറ്റ് കളിച്ചപ്പം വെറുതെ അവന് വന്നപ്പോൾ അവൻ ആ സ്കിറ്റ് ഞാനും കൂടെ കളിച്ചോളാം എന്ന് പറഞ്ഞ് വേറെ ആർട്ടിസ്റ്റ് പകരം അവൻ കയറി കളിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ആ സ്കിറ്റ് ചെയ്യുമ്പോഴും ഞാൻ അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. സ്കിറ്റിലല്ല, ഞാൻ സ്കിറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവൻ്റെ പെർഫോമൻസും അവൻ്റെ ആ ഒരു സ്റ്റേജിൽ എന്താ പറയുക സ്റ്റേജ് ബാലൻസിങ് എല്ലാം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ച്, പണ്ട് അച്ഛനും ഞാനും എൻ്റെ അനുജനും പ്രോഗ്രാം ചെയ്തു, ഇപ്പോൾ എൻ്റെ 2 മക്കളും കൂടെ എൻ്റെ വേദി പെർഫോം ചെയ്യും. ഞാൻ മനസ്സിലെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്, ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അച്ഛനുമായിട്ടൊരു വേദി ഒന്ന്, എനിക്ക് വേറെ ആരും ഒരു നടനും നടിയും ആരെ എൻ്റെ മനസ്സിലില്ല. എൻ്റെ മനസ്സിൽ അച്ഛനുമായിട്ട് അച്ഛനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് അത് പറയുമ്പോൾ വലിയ വിഷമമുണ്ട്. അച്ഛനുമായിട്ട് ഒരു വേദിയിൽ ഒന്ന് നിൽക്കണമെന്നൊരാഗ്രഹമുണ്ട്. അടുത്ത ജന്മത്തിൽ ജനിക്കുന്നെങ്കിൽ അച്ഛൻ്റെ മകനായിട്ട് ജനിക്കണം.
ആ അച്ഛന്റെ കഴിവാണല്ലോ ഇപ്പോ ഇല്ലേ, അച്ഛന്റെ ഒരു ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും. അച്ഛൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വേദിയിലും അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളിതുകൊണ്ട് ജീവിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ജാട ഇറക്കാനും അഹങ്കരിക്കാനും ഇത് ഉപയോഗിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും നിങ്ങൾക്ക് ജീവിക്കാനുള്ള പട്ടിണിയില്ലാതെ കഴിയാനുള്ള മാർഗ്ഗം നിങ്ങൾ ഇത് ഉണ്ടാക്കണം. അല്ലാതെ അച്ഛൻ ഒരു വിധത്തിലും നമ്മൾ മറ്റൊരു രീതിയിലൊന്നും പറഞ്ഞായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അത് ഞങ്ങളിപ്പോഴും പാലിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെൻ്റെ ഗൂഗിൾ പേ നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം. ഞാനിതിപ്പം ചാനലിൽ പറയുന്നതുകൊണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല, ഇത്ര ചോദിച്ചുകൊണ്ട് പറയാം. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാൾക്കൊരു വയ്യാഴിക കണ്ട് അല്ലെങ്കിൽ കണ്ടിട്ട് ഈ അടുത്ത ദിവസം ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണിച്ചു. അതിനകത്ത് തൊഴുതുകൊണ്ട് ഒരു സ്ത്രീ തൻ്റെ വീട്ടിൽ 4-5 പേരും വയ്യാതെ കിടക്കുന്നു എന്ന് പറഞ്ഞു. ഞാനത് കണ്ട എൻ്റെ പെട്ടെന്ന് എൻ്റെ മൈൻഡ് അങ്ങ് മാറും. ഞാൻ 100 അതിനകത്തൊന്നും നോക്കാറില്ല. പക്ഷേ അതിൻ്റെ ഇരട്ടി എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കലയെന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലേ. നമ്മൾ കലാരംഗത്ത് മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും ആകണം ഒന്നും നിർബന്ധമൊന്നുമില്ല. കല കൊണ്ട് നമ്മൾ ഈ നിമിഷം വരെ ജീവിച്ചില്ലേ, ജീവിക്കാൻ ഈ പ്രായം വരെ ദൈവം നമ്മൾ അനുവദിച്ചില്ലേ, അതിന് നമ്മൾ നന്ദി പറയും. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കുറേ വേദികൾ കിട്ടാതെ വന്നു, നമ്മൾ വീട്ടിൽ ഇരുന്നാൽ നമുക്ക് ഇതുവരെ നടക്കുമോ? ഇപ്പം ഞാനിന്ന് ഇവിടെ വന്നിരിക്കുമോ? അപ്പോൾ അത് അച്ഛൻ്റെ അനുഗ്രഹമാണ്, ദൈവങ്ങളുടെ അനുഗ്രഹമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലൈഫ് ലോങ് അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ. അച്ഛനും അമ്മയും കേട്ടോ, അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. അമ്മയും അച്ഛനും രണ്ടുപേരും അവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ്. പിന്നെ മക്കളോട് എന്താണ് പറഞ്ഞു കൊടുക്കാറുള്ളത്? ഞാൻ അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരോടും പറഞ്ഞു കൊടുക്കുക. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. അവരത് പാലിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയാണ്, പക്ഷെ എങ്കിലും അവരിതുവരെയും അത് പാലിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം മൂത്ത മകൻ മഹാദേവൻ വെടിക്കെട്ട് സിനിമ, അതിനകത്ത് ആ ഇന്ദീവരം പോലെ എന്ന് പറഞ്ഞ പാട്ടിൽ ആ പാട്ടുരംഗത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുട്ടിക്കാലം എന്ന് പറയുന്ന ആലപ്പി സുദർശനൻ ഡയറക്റ്റ് ചെയ്ത് അതിനകത്ത് വില്ലൻ ക്യാരക്ടർ അവനായിരിക്കുന്നു. പിന്നെ ഇപ്പം ശുക്രൻ ഉബൈൻ ഇബ്രാഹിം ഡയറക്റ്റ് ചെയ്ത രാഹുൽ കായംകുളം അദ്ദേഹം എഴുതിയ ശുക്രൻ സിനിമയിൽ നല്ല വേഷമാണ്. ഷൈൻഡോൻ ചാക്കോയും അവരൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല വേഷമാണ് ചെയ്യുന്നത്. അങ്ങനെ അവനും ഈ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇളയ മകൻ മഹേശ്വർ കഴിഞ്ഞ ഈ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായിട്ട് മിമിക്രിയിൽ കഴിഞ്ഞ കലോത്സവത്തിൽ മോണോ ആക്ടിനും എ ഗ്രേഡോടുകൂടി പ്രൈസ് നേടി. അപ്പം പിന്നെ നന്നായിട്ട് ഇവരെല്ലാം പാട്ടും പാടും, അഭിനയിക്കുകയൊക്കെ ചെയ്യും. പിന്നെ സംഗീത ഉപകരണങ്ങളൊക്കെ വായിക്കും. ആണല്ലേ. എന്തെങ്കിലും ഒരു നല്ലൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു മൂടൊന്ന് മാറ്റാൻ. മലയാള സിനിമാ താരങ്ങളെ നമുക്കറിയാം, പക്ഷേ പലപ്പോഴും ഇവരുടെ ജന്മസ്ഥലങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. മമ്മൂട്ടിയുടെ നാട് ഏതാണെന്ന് അറിയില്ല. അതറിയാൻ പറ്റും? എവിടെ? ഇല്ല, അറിയത്തില്ല. മമ്മൂട്ടിയുടെ നാട് പോലും അറിയത്തില്ല. മോഹൻലാലിന്റെ, ബാലചന്ദ്രൻ സിനിമ ചോദിച്ചാൽ പറയാം. അപ്പോൾ മലയാള സിനിമയിലെ താരങ്ങൾ അവരുടെ ജന്മസ്ഥലങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഈ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊരു പാട്ടാണ് ഇത്, ഞാൻ കുറേ വേദികളിലും ചാനലൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് മധുരിക്കുന്ന ഒരു പാട്ടാണല്ലോ, മധുരിക്കും ഓർമ്മകളെ എന്ന് തുടങ്ങുന്ന ആ പാട്ടിൻ്റെ പാരഡിയിൽ ഒരു പാട്ട് എഴുതിയതാണ്. ജന്മസ്ഥലങ്ങൾ അതിലുള്ളത്. മലയാള സിനിമയിലായി മണിമുത്തുകൾ പലരുണ്ട്, കൊണ്ടുപോകാൻ നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ, അവരുടെ സ്വന്തം നാട്ടിൽ. വൈക്കത്തിൻ മമ്മൂട്ടിയും പൂജപ്പുര മോഹൻലാലും കൊല്ലത്തു നിന്നു പിന്നെ മുകേഷുമുണ്ടേ, സായി കുമാറും കൊല്ലം തുളസി. മലയാള സിനിമയിലായി മണിമുത്തുകൾ പലരുണ്ട്, കൊണ്ടുപോകാൻ നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ, അവരുടെ സ്വന്തം നാട്ടിൽ. ആലപ്പുഴക്കാരൻ കുഞ്ചാക്കോ ബോബൻ, അമ്പലപ്പുഴയിലെ ഭരത് മേനോനും, ആലുവക്കാരനായ ദിലീപുമുണ്ടേ, ഹരിപ്പാട് അശോകനും, കൊട്ടാരക്കര മുരളിയും ഗണേഷുമുണ്ടേ, രാജൻ ബി ദേവ് ചേർത്തലയിൽ. മലയാള സിനിമയിലായി മണിമുത്തുകൾ പലരുണ്ട്, കൊണ്ടുപോകാൻ നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ, അവരുടെ സ്വന്തം നാട്ടിൽ. കോട്ടയംകാരനായ മനോജ് കെ ജയൻ, കഴക്കൂട്ടംകാരനായ പ്രേംകുമാറും, തിലകനും ഷമ്മി തിലകനും മുണ്ടക്കയത്ത്, ജഗതിയിൽ ശ്രീകുമാറും,
പറവൂരിൻ അഭിമാനം സലിംകുമാറും ചാലക്കുടിയിൽ നിന്നും മലയാള സിനിമയിലായി മണിമുത്തുകൾ വലരുണ്ട്. കൊണ്ടുപോകാൻ നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ, അവരുടെ സ്വന്തം നാട്ടിൽ. ഇത് തീരുന്നില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ എല്ലാ താരങ്ങളുടെയും ഈ ജന്മസ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഈ സിനിമയിൽ ബന്ധങ്ങളുണ്ട്. ഇപ്പം തന്നെ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ, മോഹൻലാലിന്റെ മകൻ പ്രണവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു കാലത്ത് അവതരിപ്പിച്ചാണ് ഈ സിനിമാ താരങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഉള്ളവർ സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് പാട്ടുണ്ടാക്കി. ഇതാണ് ഉജ്ജയിനിയിലെ ഗായിക എന്ന പാട്ടിന്റെ പാരഡി. ഉർവശിയുടെ ചേച്ചി കൽപ്പന, ജയറാമിന്റെ മകൻ കാളിദാസൻ, സുകുമാരന്റെ ഭാര്യ മല്ലിക, മകൻ പൃഥ്വി, ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും. ഉർവശിയുടെ ചേച്ചി കൽപ്പന, ജയറാമിൻ്റെ മകൻ കാളിദാസൻ, സുകുമാരൻ്റെ ഭാര്യ മല്ലിക, മകൻ പൃഥ്വി, ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും. മലയാള സിനിമതൻ ഓമനക്കുട്ടികൾ ശാലിനിയും സഹോദരി ശാമിലിയും, മലയാളത്തിൻ നിത്യഹരിതമാം നായകൻ പ്രേം നസീറിൻ മകൻ ഷാനവാസും, ഉർവശിയുടെ ചേച്ചി. ഇങ്ങനെ മലയാളത്തിൽ തുടങ്ങി തമിഴിലെത്തി അവസാനം എനിക്ക് തോന്നുന്നു ആ പാട്ട് തീരുന്നു അമിതാഭിൻ മകനായ അഭിഷേകും പിന്നെയ അഭിഷേകിൻ ഭാര്യയും ഐശ്വര്യ റായ് എന്ന് ഹിന്ദിയിൽ വന്നാണ്. അപ്പം എല്ലാ ഭാഷകളിലൂടെയും താരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വെച്ച് അങ്ങനെ ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട്. എന്തൊക്കെ രീതിയിലാണ് ജീവിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഈ സ്റ്റേജ് ഷോസ് ഒക്കെ അതിനുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നി? ഒരിക്കലും ഇല്ല. സ്റ്റേജിലേക്ക് ഇപ്പം ജനം ഒഴുകി വരികയാണ്. കാരണം ഇപ്പം ടെലിവിഷൻ മീഡിയകളിൽ ഇപ്പം നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ടി വി പ്രോഗ്രാംസൊക്കെ ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു അഭിമുഖം പോലും യഥാർത്ഥത്തിൽ പ്രേക്ഷകർ കൂടുതലും കാണുന്ന മൊബൈൽ ഫോണുകളിൽ. ടി വി ഷോസിനേക്കാളും ടി വി ഷോ കുറഞ്ഞെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല, അതേ നിലവാരത്തിൽ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമും ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും എൻ്റെ പല പ്രോഗ്രാംസും ചാനൽ വന്നത് തന്നെ മൊബൈലിൽ കണ്ടിട്ടാണ് പലരും ഇന്നലെ കണ്ടിരുന്നു പരിപാടി, ചിലപ്പോൾ ഇന്നലെയും കണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ പരിപാടിയൊന്നും വന്നില്ലല്ലോ ടി വി, പിന്നെന്താ പറയുന്നത്, കാരണം മൊബൈലിലാണ് കാണുന്നത്. അപ്പോൾ ഒരിക്കലും അഭിരുചി പ്രേക്ഷകർക്ക്, കാരണം സ്റ്റേജ് എന്ന് പറയുന്ന ജീവനുള്ള കലയാണ്. ഇപ്പോൾ നാടകമാണെങ്കിലും പ്രേക്ഷകനുമായിട്ട് നേരിട്ട് സംവദിക്കുന്നൊരു കലയാണ്. അതൊരിക്കലും പ്രേക്ഷകർക്ക് മടുക്കില്ല. അതുകൊണ്ടാണ് കാലങ്ങൾക്ക് ശേഷവും ഇന്നിപ്പോൾ മൈക്ക് നിരോധനമൊക്കെ വന്നു എങ്കിൽ പോലും ഇപ്പം നമ്മൾ അമ്പലപ്പറമ്പുകളിലേക്ക് ചെല്ലണം, നാടകങ്ങളൊക്കെ കാണാൻ ജനം ഒഴുകി വരികയാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും സ്റ്റേജ് കലകൾ നശിക്കില്ല, കാരണം അതിനൊന്നും ജീവനുണ്ട്, എന്നും മധുര പതിരേഴാണ് വേദികൾക്ക്. അതുകൊണ്ടല്ല ഞങ്ങളൊക്കെ ഇപ്പോഴും നിരന്തരം പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ല ഞാൻ പറയട്ടെ, ഒരു ഇടക്കാലത്ത് മീഡിയകളുടെ വർധനയോടുകൂടി പിന്നെ മുമ്പ് പറഞ്ഞ കറക്റ്റാണ്, കുറച്ച് വേദികളിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാരാണ് ആ സമയത്ത് സീരിയൽ കാണണം, ആ സമയത്ത് പിന്നെ അവിടുന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. പക്ഷെ ആ വീടുകൾക്ക് മുറിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു കൺജക്ഷനിൽ നിന്ന് പതുക്കെ ജനം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയാണ്. കാരണം വേദികളിലേക്ക് തുറന്ന സ്ഥലങ്ങളിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഉത്സവപ്പറമ്പുകളിൽ നാടകവും മിമിക്രിയും കഥാപ്രസംഗവും ഒക്കെ കാണാൻ ജനം ഒഴുകി വരുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് പോയിട്ടുള്ള എല്ലാ വേദികളും നിറയെ ജനങ്ങൾ. ഇന്നലെ ആലത്തൂർ കാവശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു, 1,00,000 ജനം ഉണ്ടായിരുന്നു. ഇന്നും ആ കമ്മിറ്റിക്കാർ വിളിച്ച് അതിൻ്റെ സന്തോഷം പറഞ്ഞു. കാരണം പറയാനില്ല, അവർക്ക് സന്തോഷം, ഒരു പരിപാടി വിജയിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട്. അത്രയും ജനം കണ്ട് ഞാനും ഞെട്ടിപ്പോയി. ഇപ്പം എല്ലാ വേദികളിലും ജനമുണ്ട്. ഒരിക്കലും ജീവനുള്ള കലകൾ നശിക്കില്ല. രാജൻ വിദ്യാസ് സാറുമായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും പറയാറുണ്ട്, അതിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? രാജൻ വിദ്യാസ് സാറിൻ്റെ കൂടെ ഞാൻ നാടകങ്ങളുടെ സഹസംവിധാനമായിട്ട് കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജൂബിലി ജോക്സിലും മിമിക്സിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ ഒന്നും മറക്കാൻ പറ്റാത്ത അനുഭവം, ഞാൻ ആദ്യമായിട്ട് ആ ട്രൂപ്പിൽ ചെല്ലുമ്പോൾ എനിക്ക് എല്ലാവർക്കും ടോക്കൺ അഡ്വാൻസ് കൊടുക്കുമല്ലോ. പുതിയതായിട്ടൊരു പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് വരിക, അദ്ദേഹം പറഞ്ഞു ടോക്കൺ അഡ്വാൻസ് ഉണ്ട്, ഈ വർഷം നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് രാജൻ വിദ്യാസ് സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. എന്താടാ ട്രൂപ്പ് നിൽക്കുന്നില്ലേ? ഞാൻ പറഞ്ഞല്ല സാറേ, എനിക്ക് ചില കാര്യമുണ്ട്. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നീ എപ്പം വരും? ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഒരു 10 മണിക്കല്ല 8 മണിക്ക് വരണമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് ജെന്റിൽമാൻ എന്നൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി അദ്ദേഹം പോകാൻ നിൽക്കുകയാണ്, അപ്പോൾ അതിന് മുമ്പ് വരണമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ അച്ഛനെയും കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ട്രൂപ്പിൽ അഡ്വാൻസ് മേടിക്കാൻ വേണ്ടി ചെല്ലുക. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്ന് തൊട്ട് രായമ്പി സാറിൻ്റെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ട്, ആ കടന്നൊരു വെറ്റയും പാക്കും മേടിച്ച് 1 രൂപ ദക്ഷിണയും വെച്ച് ഞാൻ ആദ്യത്തെ അഡ്വാൻസ് മേടിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞങ്ങളെയൊക്കെ 2 പേര്, എന്നെ അനിയനും മനോജിനെയും
എവിടെയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ കലാകാരന്മാരായിട്ട് അറിയപ്പെടണമെന്ന് അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട അച്ഛനാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അഡ്വാൻസ് എൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ അഡ്വാൻസ് അച്ഛൻ്റെ കയ്യിലേക്കാണ് രായമ്പി ദേവ് സാർ കൊടുക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് കരയുന്ന ആളാണ് രായമ്പി ദേവ് സാർ. അച്ഛൻ്റെയും രായമ്പി ദേവ് സാറിൻ്റെയും കണ്ണിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടി ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു. കാരണം ഒത്തിരി മാതാപിതാക്കൾ ഒത്തിരി സ്നേഹിച്ച ആളാണ് രായമ്പി ദേവ് സാർ. ആ അഡ്വാൻസ് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞല്ലേ, എപ്പോഴും പറയാറുള്ള പോലെ എനിക്കൊരു ഓസ്കാർ അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്. കാരണം അച്ഛൻ്റെ കയ്യിലേക്ക് അത് മേടിച്ചു കൊടുത്തു. ഇന്ന് ഞാൻ പറഞ്ഞില്ല, അച്ഛനില്ലെങ്കിൽ പോലും ഞങ്ങൾ കല കൊണ്ട് മേടിച്ച ആദ്യത്തെ ഒരു വലിയ പ്രതിഫലം അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്ത ഒരു സന്തോഷം എനിക്കുണ്ട്. മരിക്കുന്നത് വരെ രായമ്പി ദേവ് സാർ പല സ്ഥലങ്ങളിലും ഞാനുള്ള വേദികൾ പറഞ്ഞേ അച്ഛനെ കൊണ്ടൊന്ന് അഡ്വാൻസ് മേടിപ്പിച്ചാണ് കേട്ടോ അവൻ. അദ്ദേഹം വലിയ അഭിമാനത്തിന് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്ദർഭം അത് മരണം വരെയും രായമ്പി ദേവ് സാറോട്ടുള്ള ആ സ്നേഹം. കാരണം ഞാൻ ആ ഒരു കാര്യം ചെയ്തപ്പോൾ അദ്ദേഹം എന്നെ ഒരു സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ സഹസംവിധായകനായിട്ട് തന്നെ കുറേ വർഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് എന്താ പറയാനുള്ള ഈ സ്റ്റേജ് ഷോസ് പുതിയ തലമുറയോട്? അതെ, ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ട്. പുതിയ തലമുറയോട് എനിക്കൊന്നും പറയും, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുക്ക. പുതിയ തലമുറയോട് അങ്ങനെ ചോദിക്കാനാണ് പറയാനൊന്നേ ഉള്ളൂ. മര്യാദയ്ക്ക് പരിപാടി ചെയ്താൽ സുഖമായിട്ട് ജീവിച്ചു പോവാം. നല്ല രീതിയിൽ പരിപാടി ചെയ്യുക, സ്റ്റേജ് കിട്ടും, ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു, ജീവിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പം അവരും അതൊക്കെ ചെയ്യുക, അല്ല ഞാൻ എന്തോ പറയാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഇത്രയും നല്ല കഥകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനും പെർഫോം ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും സ്റ്റേജ് ഷോസ് ഒക്കെ മൊറോവല് നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.